ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ രാവിലെ തന്നെ യാത്ര തുടങ്ങുന്നു. വെളുപ്പാൻ കാലം 4:30 മണി. പുറത്ത് നല്ല ഇരുട്ടാണ്. വീട്ടിൽ നിന്ന് തന്നെ യാത്ര പറഞ്ഞു പോകുന്നതാണല്ലോ നിങ്ങൾക്കിഷ്ടം. അപ്പോൾ അങ്ങനെ തന്നെയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റോസി ഉണ്ടെങ്കിൽ റോസിയെ കാണാം. അപ്പോൾ ഇന്നത്തെ പ്രധാന ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമല്ല, കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ നിർത്തി പോവുകയാണ്. ഇത് സാധാരണഗതിയിൽ ശിവരാത്രിയോടനുബന്ധിച്ച് ചെയ്യുന്ന ഒരു യാത്രയാണ്. അപ്പോൾ നിങ്ങളിത് കാണുന്ന ഈ ദിവസം ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ ശിവരാത്രിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേർച്ച എന്ന് പറയുന്നത് ശിവാലയ ഓട്ടമാണ്. അപ്പോൾ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 12 ശിവക്ഷേത്രങ്ങളുണ്ട്. അവിടെയെല്ലാം പോയി പ്രാർത്ഥിച്ച് എന്താ പറയുക, ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയുണ്ട്, സമ്പ്രദായം. അതാണ് ശിവാലയ ഓട്ടം. ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ശിവാലയ ഓട്ടം തുടങ്ങുന്നത് തിരുമല ക്ഷേത്രത്തിൽ നിന്നാണ്. മുഞ്ചിറയുള്ള തിരുമല ക്ഷേത്രം. അവിടെ നിന്ന് വൈകുന്നേരത്തെ ദീപാരാധനയോടുകൂടിയാണ് ഈ ശിവാലയ ഓട്ടം തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്നും ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലേക്ക് ആൻഡ് ഫൈനലി ആ 12ാമത്തെ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് അവസാനിപ്പിക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു ഏതാണ്ട് 24 hours ഒരു യാത്രയാണ്. അതാണ് സാധാരണഗതിയിൽ. അപ്പോൾ വൈകുന്നേരം തുടങ്ങി ഒരു പകലും ഒരു രാത്രിയും, ശിവരാത്രിയുടെ അന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ ഈ ഓട്ടം തുടരും. അപ്പോൾ പണ്ടത്തെ കാലത്ത് ശരിക്കും കാൽനടയായിട്ട് ഓടിയാണ് ആൾക്കാർ എത്തുന്നത്. ഏകദേശം ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന 12 ശിവക്ഷേത്രങ്ങൾ. ശിവരാത്രിയുടെ അന്നാണ് ഞാൻ ഈ ശിവാലയ ഓട്ടം നടത്തുന്നതെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം റോഡിൽ അത്രയ്ക്ക് തിരക്കായിരിക്കും. പിന്നെ ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അത്രത്തോളം തിരക്കുണ്ടാവില്ലെങ്കിലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് തൊട്ട് മുന്നേ ഉള്ള 2 ദിവസം, അതായത് ഇന്നത്തെ ദിവസം, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ശിവരാത്രി വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ശിവാലയ ഓട്ടം നടത്തുകയാണ്. ഈ ഒരു വീഡിയോ വീട്ടിലിരിക്കുന്ന എൻ്റെ എന്താ പറയുക, ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനെല്ലാം തന്നെ ഇതിനൊരു സത്യം പറഞ്ഞാൽ ഇത് വളരെ സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ശിവാലയ ഓട്ടം പോകാൻ പറ്റാത്ത എല്ലാവർക്കും ശിവരാത്രിയുടെ അന്ന് ഈ ശിവാലയ ഓട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ശിവക്ഷേത്രങ്ങളും ഒന്ന് കാണാൻ സാധിക്കും. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. 4:30, ഞാൻ പറഞ്ഞല്ലോ ഏർലി മോർണിംഗ് പോവാണ്. ഇന്ന് ഹോൾ ഡേ, എനിക്കൊണ്ട് രാത്രിയോട് കൂടിയേ ഞാൻ തിരിച്ച് വരുന്നുണ്ടാവുള്ളൂ. കാര്യം അല്ലെങ്കിൽ ഇത് 24 hours എടുക്കുന്ന ഒരു ജേണിയാണ് കാൽനടയായിട്ടുള്ള ആൾക്കാർക്ക്. വാഹനങ്ങളിൽ പോകുന്നവർക്ക് ഒരു രാവിലെ മുതൽ രാത്രി വരെ ഓടിയാൽ എത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ യാത്ര തുടങ്ങാം. റോസിക്ക് ഉറക്കമില്ല. ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ്, എല്ലാ ദിവസവും വീട്ടിലകത്ത് ആളുണ്ടെങ്കിൽ എന്തിനാ പൂട്ടിക്കൊണ്ട് പോകുന്നത്? വീട്ടിലുള്ള ആൾക്കാരെല്ലാം സുഖനിദ്രയിലാണ്. ഇത്ര രാവിലെ എഴുന്നേക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് വീട് തുറന്നിട്ടിട്ട് പോകാൻ പറ്റില്ല, അവർക്ക് വന്ന് പൂട്ടാനും പറ്റില്ല. അപ്പോൾ ഞാൻ ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും താക്കലുണ്ട്, സ്പെയർ കീ. നോക്കിയേ, ഇരുട്ടാണ്. ഇപ്പോൾ ചന്ദ്രൻ മാത്രം, മൂൺ, ദർ ഇസ് നോ സൺ. ഒരു 1.5-2 മണിക്കൂറാകുമ്പോൾ സൂര്യൻ ഉദിക്കും. 6 മണിയോടുകൂടി ആഹാ, എന്ത് ഭംഗി! രാവിലെ തന്നെ പത്മനാഭസ്വാമിയും കാഴ്ച കണ്ടിട്ടാണ് പോണേ. ഗോപുരമൊക്കെ നോക്കി, ക്ഷേത്രക്കുളവും മനോഹരമായ കാഴ്ച. ഇതൊക്കെ വളരെ പോസിറ്റീവ് വൈബ്സ് തരുന്ന കാഴ്ചകളാണ്. മുഞ്ചിറയിലെ തിരുമലൈ ദേവർ എന്ന് പറയുന്ന തിരുമല ശിവക്ഷേത്രത്തിലേക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ കുഴിത്തറയ്ക്ക് സമീപമുള്ള വെട്ടുവെന്നിയിൽ നിന്നും തേങ്ങാപ്പട്ടണത്തിലേക്കുള്ള വഴിയാണ് ഈ ക്ഷേത്രം. അങ്ങനെ നമ്മൾ ശിവാലയ ഓട്ടത്തിലെ ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇപ്പോൾ സമയം 6 മണി. ഓക്കെ, 6 മണിയായി. ചെറുതായിട്ട് വെളിച്ചം വന്നു. കാര്യം എന്താ വെച്ചാലേ, സൂര്യൻ ഇങ്ങനെ ഉദിച്ച് ആദ്യ കിരണങ്ങളൊക്കെ വന്നിങ്ങനെ ആകാശം ഇങ്ങനെ ക്ലിയർ ആയി വന്നു. ചന്ദ്രനെ കാണാം, ഒരു ചെറിയൊരു എന്താ പറയുക, ചന്ദ്രക്കല പോലെ കാണാം. ഓക്കെ, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നേരം വെളുക്കും. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ശിവാലയ ഓട്ടത്തിൻ്റെ. ശിവാലയ ഓട്ടത്തിന് മറ്റൊരു പേരുണ്ട്, ചാലയം ഓട്ടം എന്നും പറയും. അപ്പോൾ ഇവിടെ തിരുമല തേവറുടെ ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. മുഞ്ചിറൈ തിരുമല തേവർ എന്നാണ് അറിയപ്പെടുന്ന ഈ ഭഗവാൻ. ഇത് ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടെമ്പിൾ. അതിൻ്റെ നടയിലെത്തി ഇനി മേളിലേക്ക് പോകാം. ഇങ്ങനെ പടി കയറിയാണ് പോകുന്നത്. ഇച്ചിരി ഹൈറ്റിലാണ് ഈ ടെമ്പിൾ ഇരിക്കുന്നത്.
ഇതിങ്ങനെ ഹൈറ്റ് അല്ലെങ്കിൽ പടി കയറിയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. നല്ല പൊക്കത്തിലാണ് ഈ ക്ഷേത്രം. ഇവിടെ ഭഗവാന്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ശൂലപാണി ഭാവത്തിലാണ് ശിവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ 11-ാം നൂറ്റാണ്ടോളം പഴക്കമുള്ള ശിലാലിഖിതം, അതായത് കല്ലിൽ കുത്തിവെച്ചിരിക്കുന്ന രേഖകൾ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാണ്ട് രാജേന്ദ്ര ചോള ഫസ്റ്റ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പരാമർശവും ഇവിടുത്തെ രേഖകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 11th സെഞ്ച്വറിയോളം പഴക്കമാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള ആ എന്താ പറയുക, നമ്മളിങ്ങനെ നടന്ന് പോകണം അതിൻ്റെ ചുറ്റമ്പലത്തിലൂടെ. ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ നോക്കിക്കോളും. കംപ്ലീറ്റ് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ, മിസ്റ്റി ആയിട്ട് കിടക്കുക. ഇത് ഉപദൈവങ്ങളൊക്കെ പുറത്ത് അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നമുക്ക് പോകുമ്പോൾ ഉപദൈവങ്ങളെ എല്ലാം പ്രാർത്ഥിച്ചു പോകാം. ഇവിടെ ശാസ്താവാണ്. ഇതെല്ലാം ഉപദൈവങ്ങളാണ് ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ ടെമ്പിളത്തെ. കാണുമ്പോൾ അറിയില്ലേ, നമ്മൾ നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ക്ഷേത്രക്കുളം ഈ ഭാഗത്ത്. ഇതെല്ലാം പാറയാണ്. ഇവിടെ എല്ലാം പാറയായിരുന്ന ഭാഗമാണെന്ന് തോന്നുന്നു. ദേ നോക്കിയേ, ടെമ്പിൾ പോണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രക്കുളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സസ് ഉള്ള ഭാഗമല്ല. ഇതിന് ശരിക്കും പറയുന്നത് തീർത്ഥക്കുളം എന്നാണ്. അതായത് ശ്രീകോവിലേക്കുള്ള പൂജയ്ക്ക് ആവശ്യമായ തീർത്ഥം അല്ലെങ്കിൽ വെള്ളം എടുക്കുന്ന കുളമാണ്. പൂജാരിക്ക് മാത്രം, അകത്തെ തിരുമേനി മാത്രം വന്ന് ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് തീർത്ഥജലം എടുത്ത് പോകുന്നത്. ഇത് മറ്റൊരു നടയാണ്. ഇങ്ങനെ വലിയ ക്ഷേത്രമാണ് കേട്ടോ. ഇങ്ങനെ ചുറ്റി നമുക്കിങ്ങനെ പോകാം. ഈ ശിവാലയ ഓട്ടത്തിൻ്റെ പിന്നിലെ ഐതിഹ്യം എന്താണെന്ന് അറിയണ്ടേ? അതൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഐതിഹ്യ കഥയാണല്ലോ. അപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ശരിക്കും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആ കാലഘട്ടം. മഹാഭാരതത്തിൽ പരാമർശിച്ചിരിക്കുന്ന പഞ്ചപാണ്ഡവന്മാരും ഒക്കെ ആയിട്ട് കണക്റ്റഡാണ്. അതിൽ പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും മൂത്ത ആളാണ് യുധിഷ്ഠിരൻ. അദ്ദേഹം ഒരു യാഗം നടത്താൻ പോവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഭീമസേനനെ വ്യാഘ്രപാദമുനി എന്ന് പറയുന്ന മഹർഷിയെ, അദ്ദേഹത്തിനെ ക്ഷണിച്ചു കൊണ്ടുവരാൻ, യാഗത്തിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിക്കാനായിട്ട് ഭീമസേനനെ അയക്കുന്നു. ഭീമസേനൻ ശിവഭക്തനായ വ്യാഘ്രപാദമുനിയെ ക്ഷണിക്കാൻ പോകുമ്പോൾ അദ്ദേഹം തിരുമല എന്ന് പറഞ്ഞ സ്ഥലത്തിങ്ങനെ എന്താ പറയുക തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഭീമസേനൻ മുനിയെ വിളിക്കുമ്പോൾ മുനിക്ക് ദേഷ്യമാണ് വരുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ തപസ് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് വന്നില്ലേ, അത് മുടക്കാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ വന്ന ആളെന്നുള്ള നിലയ്ക്ക് ഭയങ്കരമായിട്ട് കോപിഷ്ഠനായി. അങ്ങനെ ഭീമസേനൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. വ്യാഘ്രപാദമുനി ഓടിച്ചു വിട്ട ഭീമസേനൻ തിരിച്ച് വീണ്ടും അവിടെ എത്തുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശ്രീകൃഷ്ണ ഭഗവാൻ കൊടുത്ത 12 രുദ്രാക്ഷം ഉണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ചെന്ന് മുനിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ മുനി വീണ്ടും കോപിഷ്ഠനായിട്ട്, കാര്യം ശിവഭക്തനാണ്, ഭയങ്കര കോപിഷ്ഠനായിട്ട് ചാടി എഴുന്നേൽക്കുകയും അത് കണ്ടിട്ട് ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഭീമസേനൻ ഓടുകയും ചെയ്യുകയാണ്. അപ്പോൾ പിന്നാലെ മുനിവര്യൻ ഓടുന്നു. അപ്പോൾ ഓടുന്ന വഴിക്ക് എന്താ ചെയ്തത് വെച്ചാൽ ഭീമസേനൻ കയ്യിലിരുന്ന രുദ്രാക്ഷത്തിലെ ആദ്യത്തെ രുദ്രാക്ഷം ഒരെണ്ണം അവിടെയായിരുന്നു. അവിടെ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ശിവലിംഗം പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് മുനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ആ ശിവലിംഗത്തിൽ പൂജ നടത്തുന്നു. കാര്യം ഭയങ്കര ശിവഭക്തനാണ്. അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വീണ്ടും ഭീമസേനൻ അടുത്ത രുദ്രാക്ഷം ഇടുന്നു. ഇങ്ങനെ 12 രുദ്രാക്ഷവും ഇട്ടിട്ട് പോകുന്നു. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ ശിവലിംഗങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അവിടെ എല്ലാം തന്നെ ഈ മുനി പൂജ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് എന്താ ചെയ്യുന്നത്, ഈ 12 ശിവലിംഗം 12ാമത്തെ ശിവലിംഗവും കഴിഞ്ഞ് ഏതാണ്ട് യാഗസ്ഥലത്ത് എത്തുകയുണ്ടായി. അപ്പോൾ ഈ 12 ആ ഒരു ഓർഡറിൽ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ആ 12ാമത്തെ ശിവലിംഗം ഇട്ട സ്ഥലത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഭീമസേനൻ്റെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുകയും ശിവഭഗവാന്റെ രൂപത്തിൽ മുനിയുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നും അവർക്ക് 2 പേർക്കും കാര്യം മനസ്സിലായത് എന്താ വെച്ചാൽ ഈ 2 ദൈവങ്ങളും, അതായത് ശിവനും
മഹാവിഷ്ണുവും രണ്ടും ഒന്നാണെന്നും അത് രണ്ടല്ല എന്നുമുള്ള ഒരു തിരിച്ചറിവുണ്ടായി. ആ തിരിച്ചറിവ് വന്നതോടുകൂടി മുനി എന്താ ചെയ്ത്, ധർമ്മപുത്രർ അഥവാ യുധിഷ്ഠിരൻ നടക്കുന്ന യാഗത്തിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ശിവനും മഹാവിഷ്ണുവും ഒന്നാണെന്നുള്ള സങ്കല്പം. അപ്പോൾ ഈ ഒരു 12 ശിവലിംഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഈ 12 ശിവക്ഷേത്രങ്ങളായി പിൽക്കാലത്ത് മാറിയത്. ഈ ഒരു 12 ശിവക്ഷേത്രങ്ങളിലാണ് ഈ ശിവാലയ ഓട്ടം നടക്കുന്നത്. അതാണ് അതിൻ്റെ പിന്നിലെ ഐതിഹ്യം. അപ്പോൾ 12ാമത്തെ ക്ഷേത്രം എത്തുമ്പോൾ അവിടെ ശിവൻ്റെ വിഗ്രഹവുമുണ്ട്, മഹാവിഷ്ണുവിൻ്റെയും വിഗ്രഹമുണ്ട്. അപ്പോൾ 2 പ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണ് ലാസ്റ്റ്. അവിടെയാണ് ഈ ശിവാലയ ഓട്ടം അവസാനിക്കുന്നത്. അപ്പോൾ തുടങ്ങുന്ന സ്ഥലത്താണ് നമ്മൾ തിരുമല ടെമ്പിളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തിരുമലൈ തേവർ, ഇത് ശിവഭഗവാൻ. ഇത് വളരെ മുൻചിറയിലുള്ള ഏറ്റവും ഫസ്റ്റ് നമ്മൾ മുൻചിറയിലെ ഈ ഒരു തിരുമല ഭഗവാന്റെ അവിടെ നിന്ന് പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്നു. ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ ഗോവിന്ദ ഗോപാല എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ആ വൈകുന്നേരം തൊട്ട് പിറ്റേ ദിവസം രാത്രി വരെ, ശിവരാത്രിയുടെ അന്ന് വൈകുന്നേരം വരെ ഓടിയാണ് ഈ 12 ക്ഷേത്രങ്ങളും കവർ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ എല്ലാവരും വാഹനങ്ങളിലൊക്കെ പോകുന്നു. പക്ഷേ ഇപ്പോഴും കാൽനടയായിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്, വിശ്വാസത്തിൽ ഗോവിന്ദ ഗോപാല പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലെ കാര്യം. ഇത് നോക്കി, ഇതെല്ലാം ഒരു പാറ, ഇവിടെ കംപ്ലീറ്റ് റോക്കി ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, പാറപ്പുറത്ത്. അപ്പോൾ ഈ തിരുമല ഭാഗത്താണ് മുനി തപസ് ചെയ്തിരുന്നതെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ പാറയുടെ മുകളിലാണ് സത്യത്തിൽ ഈ ഒരു പ്രതിഷ്ഠ ഇവിടെ ഉണ്ടായിരുന്നതും അവിടെയാണ് ഈ ക്ഷേത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 11th സെഞ്ച്വറിയിൽ വരെ പഴക്കമുണ്ട്. ഇത് 2 ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെയും 2 ദൈവങ്ങളും ഉണ്ട്. അതായത് ഇവിടെ മഹാവിഷ്ണുവും അവിടെ ശിവഭഗവാനും, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടെമ്പിളിലും ലാസ്റ്റ് ടെമ്പിൾ 12ാമത്തെ ക്ഷേത്രത്തിലുമാണ് 2 പ്രതിഷ്ഠകളും ഉള്ളത്. അതായത് ശിവനും വിഷ്ണുവും ഒന്നാണ് എന്നുള്ള സങ്കല്പം. അതാണ് 2 കൊടിമരം. അപ്പോൾ ഞാൻ എന്തായാലും അകത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ അതുവഴി പോയി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തോടെ പോയി അകത്തുകൂടി തന്നെ ഇപ്പുറത്തെ ശിവഭഗവാനെയും പ്രാർത്ഥിച്ചിട്ട് ഇതുവഴി ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ ചന്ദനവും ഭസ്മവും. ഭസ്മം ശിവഭഗവാന് വളരെ പ്രധാനമാണ് ഭസ്മം. അപ്പോൾ ശിവാലയ ഓട്ടത്തിന് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ, കാൽനടയായിട്ട് പോയിക്കൊണ്ടിരുന്നവർ കാവ്യവസ്ത്രമായിരുന്നു. പിന്നെ കയ്യിലൊരു വിഷറി ഉണ്ടായിരുന്നു, ഒരു പനയോലയിലെ വിഷറി. പിന്നെ ഒരു സഞ്ചിയും ഉണ്ടാകും. ആ സഞ്ചിക്കകത്ത് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന ഭസ്മം കളക്ട് ചെയ്യാനും സൂക്ഷിക്കാനും, പിന്നെ അതുപോലെ ഈ ഒരു വിഷറി എന്ന് പറയുന്ന ദൈവത്തിന് വീശി കൊടുക്കാനാണ്. ഓരോ ക്ഷേത്രത്തിലെയും ഭഗവാനെ വീശാനും, പിന്നെ അവരുടെ ഓട്ടത്തിൻ്റെ ഭാഗം, പിന്നെ വ്രതം, പിന്നെ എല്ലായിടത്തും അന്നദാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഭക്ഷണമായിരിക്കും അവർ കഴിക്കുന്നത്. വ്രതമാണല്ലോ. അങ്ങനെ ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ ദർശനം കഴിഞ്ഞു. അപ്പോൾ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ, ഇപ്പം നാളെയാണ് ശിവാലയ ഓട്ടം തുടങ്ങുന്നത്, നാളെ വൈകുന്നേരം. അതാണ് അതിൻ്റെ ശരിക്കുള്ളത്. ഇപ്പം നിങ്ങളിത് കാണുന്ന ശിവരാത്രിയാണ്, അതുകൊണ്ട് നിങ്ങൾക്കിത് കാണാൻ പറ്റുകയാണ്. അപ്പോൾ അങ്ങനെ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർ ഇന്ന് തൊട്ട്, അതായത് ഇന്നലെ രാത്രി തൊട്ട് അവർ തീപ്പെട്ട ആഹാരം കഴിക്കില്ല എന്നാണ്. തീപ്പെട്ട ആഹാരം എന്ന് പറഞ്ഞാൽ തീയിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണം. അതിന് പകരം കരിക്ക്, പലതരം ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി. നമ്മൾ തിരുമല ക്ഷേത്രത്തിൽ നിന്നും അടുത്ത ടെമ്പിളിലേക്ക് പോകുന്നു. ഇപ്പം നമ്മൾ തിരുമല ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ 2ാമത്തെ ടെമ്പിളിലേക്ക് പോകും. 2ാമത്തെ ക്ഷേത്രം ഇത് തിക്കുറിച്ചി ശിവക്ഷേത്രമാണ്. ഇവിടെ എത്താനുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ തിരുമലയിൽ നിന്നും മാർത്താണ്ഡം പാലത്തിലൂടെ ഞാറാംവിളയിലെത്തിയിട്ട് ചിത്രാലിലേക്കുള്ള വഴിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട റൂട്ട്. തിക്കുറിച്ചി ശിവക്ഷേത്രം, ശിവാലയ ഓട്ടത്തിലെ 2nd ടെമ്പിൾ, 2ാമത്തെ ക്ഷേത്രം. അങ്ങനെ നമ്മൾ ഏകദേശം തിക്കുറിച്ചി ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താറായി. ഇത് താമ്രപർണി നദീതീരത്താണ് ഈ ക്ഷേത്രമുള്ളത്, ഈ ശിവക്ഷേത്രം.
നല്ലൊരു മനോഹരമായ ലൊക്കേഷനാണ്. ഇപ്പോൾ സമയം 7:30. ഇത് നോക്കി, കംപ്ലീറ്റ് മിസ്റ്റാണ്. ഇവിടെ എല്ലാം നല്ല മഞ്ഞുണ്ട്, കോട മൂടി കിടക്കുകയാണ്. വെയിൽ വന്നെങ്കിലും നദി കാണാം, താമ്രപർണി നദി. അപ്പോൾ ഒരു പാലത്തിലൂടെ നമ്മളിങ്ങനെ കടന്ന്, അത് ആ നദിയുടെ കുറുകെ ഒരു പാലമുണ്ട്, അപ്പോൾ അതുവഴിയാണ് വാഹനം വന്നേ. നോക്കിയ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ. ഓക്കെ, ഇനി പടി ഇറങ്ങി താഴേക്ക് പോകാം. ഈ ഒരു ബ്യൂട്ടിഫുൾ നദീതീരത്ത് നിൽക്കുന്ന ക്ഷേത്രമാണ് തിക്കുറിച്ചി ശിവക്ഷേത്രം, മഹാദേവ ക്ഷേത്രം. ഇത്ര ഭംഗിയുള്ളൊരു സെറ്റിംഗ് ഞാൻ നോക്കി. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രാവിലെ സമയം 7:30 മണിയായെങ്കിൽ പോലും സൂര്യൻ ഉദിച്ചെങ്കിലും ഇവിടുത്തെ മിസ്റ്റ് ഒന്നും മാറിയിട്ടില്ല. നോക്കി, കോട ഇങ്ങനെ കംപ്ലീറ്റ്, നമ്മൾ ഏതാണ്ട് ഒരു ഹിൽ സ്റ്റേഷനിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. ഭയങ്കര ഭംഗിയുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. ഓം നമ ശിവായ എന്നുള്ള ആ ഒരു മന്ത്രധ്വനി ഇവിടം വരെ കേൾക്കാം. അപ്പോൾ പടി ഇറങ്ങിപ്പോകാം. അപ്പോൾ നമ്മൾ ഇനി എല്ലാ ക്ഷേത്രത്തിലും ഓട്ടമാണ്. ഇത് ശിവാലയ ഓട്ടം എന്ന് പറഞ്ഞാൽ ഓടണം എന്നാ, ഫാസ്റ്റായിട്ട് പോകണം, അതാ കാര്യം. നദി കാണാമല്ലോ, താമ്രപർണി നദിയുടെ തീരത്ത് മനോഹരമായ മഹാദേവ ക്ഷേത്രം. കാല് കഴുകിയിട്ട് ക്ഷേത്രത്തിലേക്ക് കടന്നു പോകും. ഓക്കെ, നല്ല രസമല്ലേ, എന്തോ ഭംഗി, മനോഹരമായ സെറ്റ്. എത്ര മനോഹരമാണല്ലേ ഈ തിക്കുറിശ്ശിയിലെ മഹാദേവ ക്ഷേത്രം. ആഹാ, ഈ സൈഡിൽ താമ്രപർണി റിവർ, അതിനോട് ചേർന്ന ക്ഷേത്രവും. ഇവിടെ നിന്നും പ്രസാദമൊക്കെ കിട്ടി, അതായത് ചന്ദനവും ഭസ്മം. അപ്പം ശിവാലയ ഓട്ടമാണ്, ഓടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ റിലാക്സ് ചെയ്യാനുള്ള ഒരു ദിവസമല്ല ഇത്. മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് പോകാം. ശിവക്ഷേത്രങ്ങളിൽ വന്ന് തൊഴുതിട്ട് പോകുമ്പോൾ നമ്മളൊന്ന് ഇരുന്നിട്ട് പോകണമെന്നാണ് പറയുന്നത്. വെളിയിൽ അപ്പോൾ ഒന്നിരിക്കാം. ഇവിടെ നിന്ന് നോക്കൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ടെമ്പിള്. നല്ല മഹാദേവ ക്ഷേത്രം, മനോഹരം. അങ്ങനെ ഇനി അടുത്ത ഓട്ടം തുടങ്ങാം. ഓക്കെ, ശിവാലയ ഓട്ടമാണല്ലോ, മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്കുള്ള ഓട്ടം. കാറിലാണെന്ന് മാത്രം. ഇനി നമ്മൾ മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, അതായത് തൃപ്പരപ്പിലെ മഹാദേവ ക്ഷേത്രം. ഇവിടെ നിന്നൊരു ഏകദേശം ഒരു 8 കിലോമീറ്റേഴ്സിനകത്തേ ഉള്ളൂ. സെയിം റൂട്ടാണ്, നേരെ അടുത്ത സ്ഥലം. ഓക്കെ, അപ്പോൾ നമ്മൾ തൃപ്പരപ്പിലെത്താറായി. തൃപ്പരപ്പിലെ മഹാദേവ ക്ഷേത്രം കോതയാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം. അപ്പോൾ പാലമൊക്കെ കടന്നു പോവുകയാണ്. തൃപ്പരപ്പ് ശ്രീ മഹാദേവ തിരുക്കോവിൽ ക്ഷേത്രത്തിലേക്കുള്ള ആർച്ച് കഴിഞ്ഞ് അകത്തേക്ക് കയറുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ തൃപ്പരപ്പിലെ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി നടന്ന് ആ ഭാഗത്തേക്ക് പോവാം. വലിയ മതിൽക്കെട്ടാണ് തൃപ്പരപ്പിലെ മഹാദേവ ക്ഷേത്രം. ഇത് 9-ാം നൂറ്റാണ്ടോളം പഴക്കമുള്ള ക്ഷേത്രമാണ്, പുരാതന ക്ഷേത്രം. രണ്ടാമത് പറയാനാണെങ്കിൽ ശങ്കരാചാര്യർ ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഐതിഹ്യം സൂചിപ്പിക്കുന്നത്. വളരെ പുരാതനം, 9-ാം നൂറ്റാണ്ടോളം ഇതിൻ്റെ ചരിത്രം പിന്നിലേക്ക് പോകുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് കോതയാറിൻ്റെ തീരത്താണ്. ഇവിടെ കോതയാറിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ദക്ഷിണെ വധിച്ചിട്ട് വീരഭദ്ര രൂപത്തിലുള്ള ശിവഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്.
അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും വ്യത്യാസമുണ്ട്, പലയിടത്തും പല രീതിയിലുള്ള ശിവപ്രതിഷ്ഠയാണ് ഉള്ളത്. ഈ 12 ശിവക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്, മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇനി ഇവിടെയും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് പോവാം. അവിടെ നിന്നും ഭസ്മവും ചന്ദനവും ഒക്കെ ഇട്ടിട്ട് പോകാം. അപ്പോൾ ഓട്ടമാണ്, തീർക്കണമല്ലോ ഈ ഇത്രയും സ്ഥലം, 100 കിലോമീറ്റേഴ്സ് ചുറ്റളവ്. നമ്മൾ പക്ഷേ കാറിലാണെങ്കിലും നമുക്ക് ഈ ക്ഷേത്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഓടിക്കൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് ഈ 24 hours ഇല്ല ആക്ച്വലി, ഒരു രാത്രിയും പകലുമില്ല. ഞാനൊരു പകൽ കൊണ്ട് തീർക്കാൻ നോക്കുകയല്ലേ, രാത്രി കുറച്ച് ഭാഗം ലൈറ്റ് പോകുന്നിടം വരെ. ഇവിടുന്നും ചന്ദനം, ഭസ്മം, കുങ്കുമവും കൂടി കിട്ടി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ഷേത്രം, 4ാമത്തെ ക്ഷേത്രത്തിലേക്ക് പോകാം. ഓടാം. ഓക്കെ, നമ്മൾ ശിവാലയ ഓട്ടത്തിലാണ്. ഓടാം. ഇപ്പോൾ സമയം 9 ആകാൻ പോകുന്നു. നമ്മൾ 3 ക്ഷേത്രങ്ങളാണ് ഇതുവരെ ഈ എന്താ പറയുക ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്ത്. ഇനി 4ാമത്തെ ക്ഷേത്രത്തിലേക്ക് പോകും. ഇനി നമ്മൾ 4ാമത്തെ ക്ഷേത്രത്തിലേക്ക് പോവാണ്, അതായത് തിരുനന്ദിക്കര. അതാണ് ആ ടെമ്പിൾ. ഇത് കുലശേഖരം വഴി, നമ്മളിപ്പോൾ തൃപ്പരപ്പിൽ നിന്നും കുലശേഖരം വഴി തിരുനന്ദിക്കരയിലേക്ക് എത്തും. ഇപ്പോൾ നമ്മൾ തൃപ്പരപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്നും കുലശേഖരം വഴി 8 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ 8 കിലോമീറ്റർ സഞ്ചരിക്കണം തിരുനന്ദിക്കരയിൽ എത്താനായിട്ട്. അങ്ങനെ നമ്മൾ 4ാമത്തെ ക്ഷേത്രം, ശിവാലയ ഓട്ടത്തിലെ 4ാമത്തെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. തിരുനന്ദിക്കര ആർച്ചിനകത്ത് കൂടി പോകുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തും. ശ്രീ നന്ദികേശ്വര. നന്ദിയാറിൻ്റെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാണുന്നുണ്ടല്ലോ, ഇതാണ് നന്ദിയാറ്. ശരിക്കും ഇപ്പോൾ വെള്ളം കുറഞ്ഞു കിടക്കുന്ന സമയമാണ്. ഈ അമ്പലത്തിന് ചുറ്റും, ആ ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ നന്ദിയാർ ഇങ്ങനെ ഒഴുകിയാണ് പോകുന്നത്. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടാകും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വരെ വെള്ളം കയറുമെന്ന് പറയുന്നത്. ഇതിങ്ങനെ ഒഴുകി തൃപ്പരപ്പിൻ്റെ ആ വെള്ളത്തിൻ്റെ കൂടെയാണ് ചെന്ന് ചേരുന്നത്. അവിടുത്തെ വാട്ടർഫാൾസിൽ ചെന്ന് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന്, അതായത് കോതയാറിൽ ചെന്ന് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് പിന്നെ തേങ്ങാപട്ടണത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നന്ദികേശ രൂപത്തിലാണ് ഇവിടെ മഹാദേവൻ അഥവാ ശിവഭഗവാന്റെ പ്രതിഷ്ഠ രൂപമാണ് രൂപമാണ്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും ഓരോ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം, ഇവിടെ നന്ദികേശനായിട്ടാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. എത്ര രസമായിരിക്കും നോക്കി. എല്ലായിടത്തും ഒരു മോസ്റ്റ് ഓഫ് ദ ടെമ്പിൾസ്, ഇതിവിടെ പല ക്ഷേത്രങ്ങളിലും ഇങ്ങനൊരു നദിയുടെ, ഒരു ആറിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. നദിക്കരയിലാണ് ഉള്ളത്. ഇത് നന്ദിയാർ, നന്ദികേശ പ്രതിഷ്ഠ. സ്ഥലവാസിയായ ഒരു ചേട്ടനെ ഞാൻ ഇവിടെ വെച്ച് കാണുകയുണ്ടായി. ചേട്ടൻ്റെ പേര് നാഗപ്പൻ നായർ. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുന്നത്, അതായത് ഒരു ഭക്തനെ കണ്ടു കഴിഞ്ഞിട്ടല്ലേ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇവിടെ ആദ്യമായിട്ട് തിരുമലയിൽ നിന്ന് അവിടെ ദർശനം കഴിഞ്ഞ് തിരുമല കുറിച്ച് തൃപ്പരപ്പ് പോയിട്ട് ഇവിടെ തിരുനന്ദിക്കര വരുമ്പോൾ ഏതാണ്ട് 7:30-8 മണിക്ക് തന്നെ വന്നെത്തുള്ളൂ പണ്ടത്തെ കാലത്ത്. അപ്പോൾ ഒരു ശിവാലയ ഭക്തനെ കണ്ടിട്ടാണ് ഇവിടെ കൊടിയേറുള്ളൂ. അതാണ് ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും രാവിലെയാണ് കൊടിയേറുന്നത്, ഇവിടെ വൈകുന്നേരം ആണല്ലേ. ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞിട്ട് വരും. ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു എന്താ പറയാ, ആ ഒരു മന്ത്രം ഇങ്ങനെ കേട്ട് അല്ലെ ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടാണ് കൊടിയേറുന്നത്. അത് മുഹൂർത്തം നമ്മുടെ കുറിച്ചാലും പൂജയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് വരും. ഓക്കെ. ഇപ്പോഴതൊന്നും കാര്യമില്ല, രാവിലെ വന്നിട്ട് പോയായി. അതുകൊണ്ട് കാലസ്ഥിതിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നാലാമത്തെ ക്ഷേത്രം. പിന്നെ ഇത് കേരള വിധിപ്രകാരം പണി ചെയ്തിട്ടുള്ള ക്ഷേത്രം. കേരളത്തിലെ നമ്മുടെ ക്ഷേത്രത്തിൽ 52 കഴുക്കോല്, 52 ആഴ്ചയ്ക്ക് 52 കഴുക്കോല്, 27 ഗണദ്വാര, 27 നക്ഷത്രത്തിന്. പിന്നെ നന്ദി മണ്ഡപത്തിന്റെ മുകളിൽ തന്നെ നവഗ്രഹം
നവഗ്രഹങ്ങളുണ്ട്. ഓ അത് ശരി. ആ രീതിയിലാണ്. ബാക്കി എല്ലാ അമ്പലത്തിലും പകുതി ശിവങ്കോവിൽ പകുതിയെ പോകാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഫുള്ളായിട്ട് പ്രദർശനം ചെയ്യാം. ഓ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ഹാഫാണ്, പകുതിയെ നമുക്ക് പ്രദർശനം ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഇതാണ് നന്ദി. ഇവിടെ ഈ പാറ വിശേഷമാണ്. ഇവിടെ ഗുഹക്കോവിലാണ്, ഒരു പാറയ്ക്കകത്താണ് ശിവക്ഷേത്രം. ഓ ഗുഹാക്ഷേത്രം കൂടിയാണ്, പാറയ്ക്കകത്ത് പാറ തുറന്ന അതിനകത്താണ്. നന്ദികേശനായിട്ടാണ് ഭഗവാന്റെ പ്രതിഷ്ഠ അല്ലേ. കേരളീയ ക്ഷേത്ര ശില്പകലയുടെ ആ ഒരു മോഡലിലാണ് ഈ ടെമ്പിൾ അല്ലെങ്കിൽ ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. അതൊരു പ്രധാന കാര്യം. രണ്ടാമത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇത് കംപ്ലീറ്റ് നമുക്ക് വലം വയ്ക്കാം, പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുന്ന ശിവക്ഷേത്രം. ഇവിടെ നന്ദിക്കാണ് കൂടുതൽ പ്രാധാന്യം, വളർന്നുകൊണ്ടിരിക്കുന്ന നന്ദിയാണെന്നാണ് പറയുന്നത്. സാധാരണ കന്നിമൂലയിലാണ് ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിക്കുന്നത്, പക്ഷേ ഇവിടെ ശ്രീകോവിലിനോട് ചേർന്നിട്ടാണ് പിന്നെ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പ്രധാനം. ഇവിടെ എല്ലാം സാധാരണ ക്ഷേത്രത്തിൽ കാണുന്നില്ല, ഇത് കേരളീയ വാസ്തുശില്പകല ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. മനോഹരമായൊരു കൊടിമരം. ആഹാ, ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം, ഒരു എന്താ പറയുക, അതിൻ്റെ കംപ്ലീറ്റ് ഇരിക്കുന്ന കൊടിമരത്തിലാണെന്നല്ലേ പറയുന്നത്. നട്ടെല്ലാണ് ഒരു ക്ഷേത്രത്തിൻ്റെ, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടുന്ന് ചന്ദനം കിട്ടി. അവിടെ ശരിക്കും വലിയൊരു നന്ദിയാണ്, അതിനൊരു സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ കുറച്ച് കുഴി പോലെ ആക്കിയിട്ട് അവിടെയാണ് നന്ദിയുടെ വിഗ്രഹം. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടായിരിക്കും ആ രീതിയിൽ. പക്ഷേ നല്ല ചൈതന്യമുള്ളൊരു ക്ഷേത്രം. മനോഹരമായ കൊടിമരം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് അധികം ദിവസമായിട്ടില്ല, 5-6 ദിവസം മുന്നെയാണ് ഈ കൊടിമരം ഇവിടെ വെച്ചതെന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത്, അതായത് ഒറിജിനൽ ടെമ്പിൾ, ആദ്യത്തെ ആ പ്രതിഷ്ഠ ശിവലിംഗം ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ ഗുഹയ്ക്കകത്താണ്, ഒരു വലിയൊരു പാറയുടെ ഉള്ളിലാണ്. അപ്പോൾ അവിടേക്ക് ഇതിനോട് ചേർന്നാൽ, ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രൊട്ടക്റ്റഡ് മോണുമെൻറ്റിൻ്റെ കൂട്ടത്തിലാണ്. അത്രയും പഴക്കമുണ്ട്. നേരെ നമ്മൾ പടിയേറി ഇങ്ങനെ പോകണം. ഓക്കെ, ഒരു പടുകൂറ്റൻ പാറയാണ് കേട്ടോ. അതിൻ്റെ ആ പാറയാണെന്ന് പറഞ്ഞാൽ അത്ര വലിയ പാറ, അതിൻ്റെ താഴെയാണ് ചെറിയൊരു ഗുഹ പോലെ, അവിടെയാണ് മൂലസ്ഥാനം. ഈ റോക്കറ്റ് കേവ് ടെമ്പിളിനെ കുറിച്ച് ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ആർക്കിയോളജിക്കൽ സർവേ. ഇത് തിരുനന്ദിക്കര റോക്കറ്റ് കേവ് ടെമ്പിൾ. ഈ ഒരു ക്ഷേത്രം, അതായത് ഈ പാറക്കോവിൽ കൽക്കുളം താലൂക്കിലാണ്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ. പിന്നെന്താ പറയുന്നത് വെച്ചാൽ, ഇത് ആയി രാജാക്കന്മാർ, അത് ഒരുപാട് വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആയി രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിരുന്നതല്ല. അപ്പോൾ ആയി രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വിക്രമാദിത്യ വരാഗുണു എന്ന് പറയുന്ന ആയി രാജാവ് 9th സെഞ്ച്വറി AD ഇത് എക്സ്കവേറ്റ് ചെയ്തെടുത്തതെന്നാണ് പറയുന്നത്, ഈ ഒരു കേവ് ടെമ്പിൾ. അകത്ത് പോയി പ്രാർത്ഥിച്ചു. വളരെ മനോഹരമായ ഒരു ശിവലിംഗം അതിനകത്ത്. ഈ ഒരു പാറയുടെ അകത്തോട്ട് ഒരു നല്ല ഒരു ഗുഹ പോലെ, അവിടെയാണ് ആ ഒരു പ്രതിഷ്ഠ ഇരിക്കുന്നത് ശിവലിംഗത്തിൻ്റെ. ഭയങ്കര സംഭവമാണ്. ഇത് 9th സെഞ്ച്വറിയിൽ എക്സ്കവേറ്റ് ചെയ്തെങ്കിലും അതിനെക്കാട്ടിലുമൊക്കെ പഴക്കമുണ്ടല്ലോ ഈ ഒരു റോക്കറ്റ് ടെമ്പിളിന്. ഈ ഒരു പാറയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം, ഗുഹാക്ഷേത്രം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അത്ര സെറൈനാണ് അകത്ത് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണ് അകത്ത് കാണിക്കാത്തത്. പക്ഷെ വരേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതും നമ്മുടെ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമാണ്. ആ ടെമ്പിളിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂലസ്ഥാനം കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം. അപ്പോൾ ഇനി നമുക്ക് ഓടാം 5ാമത്തെ ക്ഷേത്രത്തിലേക്ക്, നമ്മുടെ ശിവാലയ ഓട്ടത്തിൻ്റെ 5th ടെമ്പിൾ. ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകേണ്ടത്. പടിയേറ ഇങ്ങനെ സ്ലോപ്പുണ്ട്, അതുവഴി
ഇവിടെ അന്നദാനം ഉണ്ടോ നാളെയും മറ്റന്നാളോ? ഇവിടെ കഞ്ഞി കൊടുക്കും. എരിശ്ശേരിക്കകത്ത് കടല, പെരുമ്പയർ, ചേനക്കിഴങ്ങ്, കോയണിക്ക, പിന്നെ ചക്ക എല്ലാം കൂടി ചേർത്തിട്ടുള്ള എരിശ്ശേരി. അടിപൊളിയായിരിക്കുമല്ലോ. അപ്പൊ ശിവരാത്രി വന്നിരുന്നെങ്കിൽ അത് കഴിക്കായിരുന്നു അല്ലേ? അന്നദാനം ഉണ്ട്. അപ്പൊ ഈ ഓടി വരുന്നവർക്ക് റിഫ്രഷ്മെന്റ് അല്ലേ? അവരിങ്ങനെ എന്താ പറയാ, വ്രതത്തിലൊക്കെ അല്ലേ? പിന്നെ തീപ്പെട്ട ആഹാരം കഴിക്കാൻ പാടില്ല എന്നല്ലേ? ഇപ്പൊ പണ്ടൊക്കെ ഇപ്പൊ ഇല്ല. അതെ സത്യം. അപ്പോൾ നമ്മൾ 5ാമത്തെ ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് പൊന്മന ശിവക്ഷേത്രം. നല്ലൊരു ക്ഷേത്രക്കുളമുണ്ട് എൻ്റെ ഫ്രണ്ടിൽ അല്ലേ? കൊള്ളാലോ, നൈസ്. പാണ്ഡ്യ രാജവംശവുമായിട്ട് ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്, ഈ പൊന്മന ശിവക്ഷേത്രത്തിന്. കാരണം പൊന്മനയിലെ ശിവൻ തിമ്പിലാധിപൻ എന്നാണ് അറിയപ്പെടുന്നത്. തിമ്പൻ എന്ന ശിവഭക്തന് ദർശനം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പേരുണ്ടായത്, തിമ്പിലാധിപൻ. പൊന്മനയ്ക്കടുത്തുള്ള മംഗലം എന്ന സ്ഥലം പഴയ നാഞ്ചനാടിൻ്റെ അതിർത്തിയായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അത് കാരണം തിരുനക്കരയിൽ നിന്നും കുലശേഖരം പെരിഞ്ചാണി റോഡിൽ ഏകദേശം 8 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഈ പൊന്മനയിൽ എത്തുന്നത്. പൊന്മന ക്ഷേത്രം, ശിവക്ഷേത്രം. ഇതും പൊന്മനയിലെ മഹാദേവർ ക്ഷേത്രം. മനോഹരമായ ക്ഷേത്രം, ഫ്രണ്ടിൽ നല്ലൊരു കുളവുമൊക്കെ ആയിട്ട് വളരെ പൗരാണികമായ ക്ഷേത്രം തന്നെയാണ് ഇതും. തിബിലാധിപൻ എന്നാണ് ഇവിടുത്തെ ശിവഭഗവാനെ വിളിക്കുന്നത്, തിബിലാധിപൻ. അപ്പോൾ ഉള്ളിൽ പോയി ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. പൊന്മന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ്. പ്രധാന ശ്രീകോവിലൊന്നും എടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്കിങ്ങനെ ചുറ്റി അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഗോപുരവും അകത്തെ ശ്രീകോവിലിൻ്റെ റൂഫും ചുറ്റമ്പലവും ഒക്കെ കാണും. ഇവിടെ പ്രാർത്ഥനയോടുകൂടി നടക്കും. ഈ റൂഫിലെല്ലാം മത്സ്യത്തിൻ്റെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്, കല്ലിൽ കാണാം. അപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ കാണാം. പഴയ പാണ്ഡ്യ റൂളേഴ്സുമായിട്ടുള്ള ബന്ധം ആണ് ഇത് സൂചിപ്പിക്കുന്നത്. തീമ്പി എന്ന് പറയുന്ന ഒരു കാണിക്കാരൻ, അദ്ദേഹം ഇങ്ങനെ കത്തി ഇങ്ങനെ ഒരച്ചപ്പോൾ, ഒരു പാറയിൽ ഒരച്ചപ്പോൾ അത് ശിവലിംഗമാണെന്ന് പറഞ്ഞു. അതിൽ നിന്നും ഇങ്ങനെ രക്തം പൊടിഞ്ഞു എന്നും അങ്ങനെ അത് ശിവലിംഗത്തിൻ്റെ ആ ഒരു ദർശനം കിട്ടിയതായും ശിവഭഗവാന്റെ ദർശനം കിട്ടിയതായിട്ട് ആണ് ഐതിഹ്യം പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ശിവഭഗവാന്റെ മഹാദേവന് ഈ പേര് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശരി, പോയിട്ട് അങ്ങനെ പൊന്മന ക്ഷേത്രവും നമ്മൾ കണ്ടു. ഇവിടുത്തെ മഹാദേവ ക്ഷേത്രത്തിലും പ്രാർത്ഥിച്ചു. അങ്ങനെ 5ാമത്തെ ശിവക്ഷേത്രം ശിവാലയ ഓട്ടത്തിൻ്റെ. ഇനി ഓടാം അടുത്ത 6ലേക്ക്. ചെറുതായിട്ട് മഴ ഡ്രസ്സിൽ ചെയ്യുന്നുണ്ട്, പതിവില്ലാതൊരു മഴ അല്ലേ?
ഈ ശിവാലയ ഓട്ടത്തിനിടയിൽ റിലാക്സ് ചെയ്യാൻ നമുക്ക് സത്യം പറഞ്ഞാൽ സമയമില്ല. പക്ഷേ പൊന്മന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ക്ഷേത്രക്കുളത്തിനെ എങ്ങനെയാണ് കാണാതെ പോകാൻ പറ്റുക? ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. നല്ല പച്ച നിറത്തിൽ കിടക്കുന്ന നല്ലൊരു പഴയകാല സ്മൃതികളൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ളൊരു പഴമ ഫീൽ ചെയ്യിക്കുന്ന നൊസ്റ്റാൾജിക് ഒരു ക്ഷേത്രക്കുളമാണ് കേട്ടോ. നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു കുളം എന്നുള്ള ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗത്തിൽ നമ്മുടെ വില്ലേജ് ലൈഫിൻ്റെ ആ ഒരു ഫീലാണ് ഇവിടെ. ആഹാ, ആൽമരവും എന്ത് രസമായിരിക്കണോ. അമ്പലത്തിൽ നിന്ന്, അതായത് ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നെയാണ് ആ വലിയ ആൽമരവും ഈ വലിയ ക്ഷേത്രക്കുളവും. ഇവിടെ നിന്ന് കാല് നനച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അമ്പലത്തിൽ കയറി പോകാം ക്ഷേത്രത്തിലേക്ക്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റിങ്. ഞാനൊരു കാര്യമായിട്ട് ആസ്വദിക്കട്ടെ. നമ്മുടെ ശിവാലയ ഓട്ടത്തിനിടയ്ക്ക് ഞാൻ ഈ ചെറിയ കുസൃതി കാണിക്കുന്ന പോലെയാണ് ഇൻ ബിറ്റ്വീൻ ഒരു ഭയങ്കര ഒരു ഫീൽ ആയിട്ട് ഞാനിരിക്കുക. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, ചെറുതായിട്ട് ഡ്രിസിൽ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ ചെറിയ തുള്ളിയായിട്ട് ഇച്ചിരി കൂടെ കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് പറഞ്ഞു. ദേ ഭയങ്കര രസമുള്ളൊരു ആംബിയൻസ് ആട്ടോ ഈ പൊന്മന എന്ന് പറയുന്ന ഈ ഒരു മഹാദേവ ക്ഷേത്രം, ശിവഭഗവാന്റെ ആൽമരവും എന്താ പറയേണ്ടത്. കുറച്ചു നേരം ഇങ്ങനെ ഈ ക്ഷേത്രക്കുളത്തിലെ വെള്ളത്തിൽ ഇങ്ങനെ കാല് നനച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്ഷീണമെല്ലാം പമ്പ കിടക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ജലപാനം കഴിക്കാതെയാണ് രാവിലെ ഇറങ്ങിയത്. വെള്ളം പോലും കുടിക്കാണ്ട് ആണ് നമ്മൾ ഇന്നൊരു വ്രതം പോലെ പോവുകയാണ്. ശരിക്കും ശിവരാത്രിയുടെ അന്നുള്ള ഓട്ടമാണെങ്കിൽ ഓടിയിരുന്നെങ്കിൽ നാളെ കഴിഞ്ഞ് ഞാൻ നാളെ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വൈകുന്നേരം തൊട്ടാണ് ഓട്ടം തുടങ്ങുന്നത്. അല്ലെങ്കിൽ മറ്റന്നാളാണെങ്കിൽ എല്ലാ ക്ഷേത്രത്തിലും അന്നദാനം, കഞ്ഞി, പുഴുക്ക്, പിന്നെന്താ കരിക്ക്, പഴം എല്ലാം കിട്ടുമായിരുന്നു. പിന്നെ വഴിനീളെ ഇങ്ങനെ സംഭാരം ഉൾപ്പെടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വെച്ച് കൊടുക്കും ഈ വരുന്ന തീർത്ഥാടകർക്ക്, ശിവാലയ ഓട്ടം നടത്തുന്നവർക്ക്. അപ്പോൾ ഇവിടെ നിന്നും മേളിലേക്ക് കയറാം. അപ്പോൾ ഗോവിന്ദ ഗോപാല എന്ന പ്രാർത്ഥനയോടുകൂടി പാടിക്കൊണ്ടാണ് പോകുന്നത്. ഗോവിന്ദ ഗോപാല. അപ്പോൾ പന്നിപ്പാകം ശിവക്ഷേത്രത്തിന് ഒരുപാട് വിശേഷപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് സ്പെഷ്യാലിറ്റീസ്, അത് ഇവിടുത്തെ ഒരുപാട് സവിശേഷതകളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന മൂർത്തി കിരാതമൂർത്തിയാണ് സങ്കല്പം. അതായത് ശിവഭഗവാൻ കിരാത രൂപത്തിലാണ്, കിരാതമൂർത്തി. പിന്നെ ഇവിടെ കാലഭൈരവൻ ഉണ്ട്, അത് തെക്കോട്ട് ദർശനം. പിന്നെ ശിവഭഗവാൻ കിഴക്കോട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പന്നിയുടെ ആ പേര് ഈ നിദ്ര കഴിഞ്ഞിട്ട് എണീറ്റ് അമ്പ് ചെയ്യുന്ന ഒരു കുണ്ടുണ്ട്, പന്നിക്കുണ്ടെന്ന് പറയും. അത് പോയി ഇല്ലാതായി പോയി. അതാണ് എന്റെ ഈ പേര് പന്നിപ്പാകം. അപ്പൊ അർജുനൻ ശിവഭഗവാന്റെ കയ്യിൽ നിന്ന് പാശുപതാസ്ത്രം നേടിയെടുത്തതുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിന് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഐതിഹ്യ പെരുമയൊക്കെ ആയിട്ട് ഇറക്കാൻ ഇത് മധ്യത്തിൽ വരുന്നതിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ. 6ാമത്തെ ക്ഷേത്രം. നമ്മൾ ഈ 12 ക്ഷേത്രങ്ങളിൽ 6th വൺ മധ്യസ്ഥ. അപ്പൊ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പിന്നെ ഇന്നിവിടെ വിശേഷം കാലഭൈരവനെ പ്രതിഷ്ഠിച്ചു, അത് വലിയ സംഭവമാണ്. പിന്നെ ഇന്നിവിടെ വലിയ വിശേഷമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോണ കാര്യം അതാണ്. അതായത് ചന്ദനക്കുടം കൊണ്ടുവരുന്നു, എഴുന്നള്ളിപ്പ്. അത് കൊണ്ടുവരുന്ന സ്ഥലം എന്ന് പറയുന്നത് മണലിക്കര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, ആ മഠത്തിനോട് ചേർന്നുള്ള ക്ഷേത്രം. അവിടുന്ന് ഈ ചന്ദനം കൊണ്ടുവന്നിട്ട് കുംഭം ആനപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ ഭഗവാന് അഭിഷേകം ചെയ്യും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതാണ് ഇവിടെ ഇന്ന് അത് കാരണം ഇവിടെ നല്ലൊരു ക്രൗഡുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സദ്യ ഉച്ചയ്ക്ക്, അങ്ങനെ ഒരു മിനി സദ്യ. ഓക്കെ, നമുക്കിനി എന്തായാലും അതെല്ലാം കാണാം. ഇവിടെ ഒരു എന്തായാലും ഒരു സ്പെഷ്യൽ അല്ലേ. അപ്പോൾ ഇത് ശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ ഉത്സവമാണ്. അതിലെ ഫസ്റ്റ് ഡേ ആണ്, 4ാമത്തെ ദിവസം. ഓക്കെ, ശിവരാത്രി. ഇന്ന് ചന്ദനക്കുടം അഭിഷേകം. പിന്നെ 4 നേരം പൂജയുള്ള ക്ഷേത്രമാണ്. അത് ശിവരാത്രിയുടെ അന്ന് മാത്രം 4 യാമ പൂജ. അതും വളരെ സ്പെഷ്യാലിറ്റി.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ചന്ദനക്കുടം എന്നുള്ള അതിൻ്റെ പ്രൊസഷൻ വരികയാണ്. നമുക്കതൊന്ന് കാണാം. അത് ആ ക്ഷേത്രത്തിലേക്ക് ആനയും ആ ഒരു പ്രൊസഷനും എല്ലാം കയറുന്ന കാഴ്ചയാണ് ഇത് കാണാൻ. അപ്പോൾ ഇന്നിവിടുത്തെ ശിവരാത്രി മഹോത്സവത്തിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അന്നദാനത്തിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. സദ്യ ഉണ്ടെന്ന് പറഞ്ഞില്ല, എന്നെ വളരെ നിർബന്ധപൂർവ്വം എല്ലാവരും കൂടി ക്ഷണിച്ചു. ക്ഷേത്രഭാരവാദ്യമെല്ലാം ഇത് ഇന്നത്തെ അന്നദാനം സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഫാമിലിയാണ്. ഓക്കെ, ഇന്നത്തെ സ്പോൺസേഴ്സാണ്. ഇന്ന് അന്നദാനം അവരുടെയൊക്കെ സ്നേഹപൂർണ്ണമായ ബന്ധത്തിലൂടെ ഫുൾ സദ്യയാണ്. ഓക്കെ, ചോറ്, പരിപ്പ്, അവിയൽ, പിന്നെന്താ തോരൻ, വെണ്ടച്ചാറ്, കൂട്ടുകറി, പപ്പടം. പങ്കെടുത്തു. നമ്മൾ ഉച്ചഭക്ഷണം അവിടെ നിന്നായി. ഇനി മുന്നോട്ട് വീണ്ടും പോവാണ് അടുത്ത ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ 6 ക്ഷേത്രം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഇവിടെ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നമ്മൾക്ക് ആഹാരം കഴിക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ചന്ദനക്കുടത്തിൻ്റെ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അഭിഷേകമൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഒരുപാട് ഭക്തജനങ്ങളെ കണ്ടു. അതുകൊണ്ട് കുറച്ച് സമയം അവിടെ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറയാം. ഇനി നമ്മൾ പോകുന്നത് ഇവിടെ നിന്നൊരു 4 കിലോമീറ്റേഴ്സ് മാറിയിട്ടുള്ള അടുത്ത സ്ഥലത്തേക്കാണ്. അതാണ് 7ാമത്തെ ക്ഷേത്രം. ഓക്കെ, അപ്പോൾ 7ാമത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കൽക്കുളം ശിവക്ഷേത്രം, മഹാദേവ ക്ഷേത്രം. ഇത് പത്മനാഭപുരം കോട്ടയ്ക്കകത്താണ്. പത്മനാഭപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ പത്മനാഭപുരം പാലസ് ഒക്കെ ഇരുന്ന സ്ഥലമാണ്. പത്മനാഭപുരം കോട്ടയ്ക്കകത്താണ് ഈ കൽക്കുളം ക്ഷേത്രം. ഇനി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടത്തിനിടയിൽ ഒരുപാട് പ്രാവശ്യം കുറച്ച് സ്ലോ ആയി. എന്നിട്ട് നമ്മൾ വീണ്ടും സ്പീഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഇന്ന് തീർക്കണം 12 ശിവക്ഷേത്രങ്ങളും ഇന്ന് ദർശിക്കണം, ഇന്ന് പ്രാർത്ഥിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ ആ ശിവാലയ ഓട്ടത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ആ ചടങ്ങ്. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ കൽക്കുളം ശിവക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൽക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പഴയ പേരെന്തായിരുന്നു എന്ന് വെച്ചാൽ ശ്രീ വർത്തമാനപുരം എന്നായിരുന്നു. പിന്നീടാണ് കൽക്കുളം എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു തുടങ്ങിയത്. ഈ സ്ഥലം ക്രിസ്തുവർഷം 1744 ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായി കൽക്കുളം തിരഞ്ഞെടുക്കുകയുണ്ടായി. ആ സമയത്ത് പത്മനാഭപുരം എന്ന പേര് മാറ്റുകയും ചെയ്തു. പാർവതീ ദേവിയോടൊപ്പമുള്ള ശിവപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ശിവാലയ ഓട്ടം നടക്കുന്ന ശിവക്ഷേത്രങ്ങളിൽ പാർവതീ പ്രതിഷ്ഠയുള്ളതും രഥോത്സവം നടക്കുന്നതുമായ ഏക ക്ഷേത്രമാണ് ഈ കൽക്കുളം ശിവക്ഷേത്രം. പാർവതീ പ്രതിഷ്ഠ ഇവിടെ ആനന്ദവല്ലി അമ്മൻ എന്നാണ് പറയുന്നത്. പന്നിപ്പാക്കത്തു നിന്നും ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ കൽക്കുളത്തെത്തും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ കൽക്കുളത്തേക്കാണ്. 4 കിലോമീറ്റർ, 4 മുതൽ 5 കിലോമീറ്ററിനകത്ത് നമ്മൾ അപ്പോഴത്തേക്കും എത്തും. എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കണം നോക്കൂ ഈ ക്ഷേത്രവും ക്ഷേത്രക്കുളവും. ആഹാ, 7ാമത്തെ ശിവക്ഷേത്രം.
എന്നാൽ ക്ഷേത്രക്കുളത്തിൻ്റെ ആ ഭാഗത്ത് വന്നിങ്ങനെ ഇരിക്കുവാണ്. എന്ത് രസം അറിയാമോ? അയ്യോ രക്ഷേ, നൈസ്. സത്യം പറഞ്ഞാൽ ക്ഷേത്രക്കുളത്തിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഭയങ്കര രസം കേട്ടോ ഇവിടെ ഇരിക്കാൻ. അയ്യോ രക്ഷയില്ല. ഇത് ശിവാലയ ഓട്ടമാണ്, ഓടിക്കൊണ്ടിരിക്കേണ്ട സമയമാണ്. പക്ഷേ 7ാമത്തെ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് പോകണമെന്ന് എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ. നമുക്ക് നോക്കാം. എന്തായാലും ഇന്ന് തന്നെ 12 ശിവക്ഷേത്രങ്ങളും തീർച്ചയായിട്ടും പോയിരിക്കും. അതാണല്ലോ അതിൻ്റെ ഒരു നേർച്ച. അങ്ങനെ തന്നെ ചെയ്യണം. ഓം നമ ശിവായ. കൽക്കുളം ശിവാലയ ഓട്ടം 7ാമത്തെ ശിവാലയമാണിത്. ഇവിടെ നിന്നത് കഴിഞ്ഞാൽ ഈ മനോഹരമായ ഗോപുരം, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുറ്റും മലനിരകൾ പോലെ വലിയ പാറകൾ കാണാം. അത് മൗണ്ടൻസ് ആണ്, അത് കണ്ടില്ലേ, പാറക്കൂട്ടങ്ങൾ. അതിലിങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കാണ്. അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ ക്ഷേത്രക്കുളവും. എന്താ ഭംഗിയെന്നറിയോ. ഇവിടെ ഇഷ്ടം പോലെ വവ്വാലുണ്ട്. അത് വലിയ അമ്പലം അല്ലേ, ഭയങ്കര വലിയ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശിവപാർവതി സങ്കല്പമാണ്. അതായത് ശിവഭഗവാനും പാർവതി ദേവിയുണ്ട്. പക്ഷേ പ്രത്യേകമുള്ള പ്രത്യേക പ്രതിഷ്ഠയാണ്. ഒരു എന്താ പറയുക, ഒരു ശ്രീകോവിലിനകത്തല്ല 2 ശ്രീകോവിലുണ്ട്. പിന്നെ 2 കൊടിമരമുണ്ട്. അങ്ങനെയെല്ലാം 2ആയിട്ടാണ്. ഇവിടെ 2 കൊടിമരം ഉണ്ടല്ലേ? ഓക്കെ, പാർവതി ദേവിക്കൊരു കൊടിമരം, പിന്നെ ശിവഭഗവാനൊരു കൊടിമരം. അങ്ങനെ ആ ഒരു സങ്കല്പമാണ്. വേറെ ക്ഷേത്രങ്ങളിലൊന്നും ആ രീതിയിലല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രത്യേകതകൾ. ഇതും വളരെ പഴക്കം ചെന്ന ശിവക്ഷേത്രം. ഇത് പത്മനാഭപുരം പാലസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ പ്രദേശം, കോട്ടയ്ക്കകം, പഴയ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ പിന്നെ തലസ്ഥാനമായിരുന്നു, അവരുടെ കൊട്ടാരമായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് കേരളം എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നതായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ബാറ്റ്സിൻ്റെ ഒക്കെ മണം വരും, അതായത് നമ്മുടെ വവ്വാലിൻ്റെ. അപ്പോൾ അത്രയും ഒരുപാട് കിടന്ന് ഓടുന്നു. അപ്പോൾ ശിവാലയ ഓട്ടം നാളെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ തലേ ദിവസം വന്നിട്ടാണ് ഇത് കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. അതുകൊണ്ട് തിരക്ക് കുറവാണ്. ഒരു ക്ഷേത്രത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 3 ദിവസത്തെ എന്താ പറയുക, ശിവരാത്രി മഹോത്സവം. അതാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഭക്ഷണം കഴിച്ചൊക്കെ അവിടെ നിന്നാണ്. അവിടെ കുറേ ഭക്തജനങ്ങളുണ്ടായിരുന്നു. കാര്യം അവിടെ ഇന്നേ ഉത്സവം സ്റ്റാർട്ട് ഓഫ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഡേ ആയിരുന്നു. പിന്നെ ചന്ദനക്കുടം, അതിൻ്റെ ഇതെല്ലാം. പിന്നെ ഇത് നോക്കി, ഇതെല്ലാ ക്ഷേത്രത്തിലും ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് പിന്നെ ദർശനത്തിന് വേണ്ടിയിട്ട് ക്യൂ നിന്ന് പോകാനായിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നമുക്കൊന്നും ഷൂട്ട് ചെയ്യാനും പറ്റില്ല. നേരെ എന്താ പറയുക, നേരെ ഒന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാൻ തന്നെ കുറേ ഇടിക്കുകയൊക്കെ വേണം, ഇടിച്ചൊക്കെ കയറേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇത് സുഖമായിട്ടുള്ള ദർശനം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് കാണിച്ചു തരാനും പറ്റും. അപ്പോൾ ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് കഴിഞ്ഞു, 7 കഴിഞ്ഞു. ഇനി 8 ശിവാലയ ഓട്ടത്തിലെ 8ാമത്തെ ക്ഷേത്രത്തിലേക്ക് പോകാം. ഇത് 2ാമത്തെ കൊടിമരമാണ്. നമ്മൾ അവിടെ ഒരു കൊടിമരം കണ്ടത്, അത് ശിവഭഗവാന്റെ ഫ്രണ്ടിൽ. ഇത് പാർവതി ദേവിയുടെ തിരുനടയിലാണ് ഇത് വെച്ചിരിക്കുന്നത്, ഈ കൊടിമരം. പിന്നെ ഇവിടുത്തെ പാർവതി ദേവിയുടെ മുഖഛായ എന്ന് പറഞ്ഞാൽ മധുര മീനാക്ഷിയുടെ സെയിം ആ ദേവിയുടെ മുഖം പോലെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നല്ല ഈ കല്ലിൽ കൊത്തിയെടുത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. സ്കൾപ്ചേഴ്സ്, മഹാരാജാവിൻ്റെ ഒരു സ്റ്റാച്ചു, അതാണ് ഇതിൽ കല്ലിൽ കൊത്തിയെടുത്തത്. ഇത് തിരുമല നായ്ക്കർ എന്ന് പറയുന്ന രാജാവിൻ്റെ, ഇത് തമിഴ്നാടിൻ്റെ രാജാവ്. അപ്പോൾ ഇവർ രണ്ടുപേരും 2 തൂണിലായിട്ട് അപ്പുറം ഇപ്പുറം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഇവർ തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രത്യേകതകൾ, ഒരുപാട് കല്ലിൽ കൊത്തി വെച്ച ഒരുപാട് ശില്പങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. സ്ത്രീകളുടെയും ഇങ്ങനെ ദീപലക്ഷ്മികളൊക്കെ, നല്ല ഭയങ്കര ഷേപ്പ്ലി ആയിട്ടുള്ള കുറേ ദീപലക്ഷ്മികളെ ഇവിടെ കുത്തിവെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നേരെ കൽക്കുളത്തിലേക്ക് പോകാനുള്ള, ക്ഷേത്രക്കുളത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാനുള്ളൊരു ഏരിയ ആണ്. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കൽക്കുളം എന്നാണ് പറയുന്നത്. കൽക്കുളം, അതായത് കല്ലിൽ കുഴിച്ചെടുത്ത കുളം. ഇതൊരു വലിയ പാറ. ഇവിടെ എല്ലാം പാറക്കൂട്ടങ്ങൾ കാണാമല്ലോ, വലിയ മൗണ്ടൻസ്, ബിഗ് വലിയ പാറകളാണ് കാണുന്നത്. അപ്പോൾ ഇതും ഒരു വലിയ പാറയായിരുന്നു. ഈ പാറ കുഴിച്ചാണ് ഇവിടെ ഒരു വലിയ കുളമാക്കിയത്. എന്നിട്ട് ആ പാറയെല്ലാമാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കൽക്കുളം എന്നാണ് ഇതിന് പറയുക. എന്തായാലും ഈ കൽക്കുളം അതിമനോഹരമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായ കാഴ്ചയാണ്.
ഒരു ഭയങ്കര എന്താ പറയുക, എനിക്ക് പൊതുവേ ക്ഷേത്രകുളങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു നമ്മുടെ ആ പഴമയും പാരമ്പര്യവും ഒരു ഹെറിറ്റേജ് പ്ലേസ് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ക്ഷേത്രക്കുളം അങ്ങനത്തെ നല്ല മനോഹരമായ ഗോപുരമൊക്കെ ആയിട്ട് ഇതാണ് നമ്മുടെ 7th ടെമ്പിൾ. ഇനി 8th ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് അപ്പോൾ ഓടിയാലോ, ഇനി അകത്ത് കയറിയിട്ട് അതുവഴി ഗോപുരം വഴി ഇറങ്ങാം. അപ്പോൾ എന്നോടൊപ്പം 2 പേരുണ്ട്, കമ്മിറ്റി മെമ്പേഴ്സാണ്, സെക്രട്ടറിയാണ് ഇത് ടെമ്പിൾ കമ്മിറ്റിയുടെ, പിന്നെ ഇദ്ദേഹം ജോയിൻറ്റ് സെക്രട്ടറി. അപ്പം കുറച്ച് ഇൻഫർമേഷൻസ്. ശ്രീ രാജേഷ് എൻ്റെ പേര്? എൻ്റെ പേര് ഗോപകുമാർ. അപ്പോൾ ഇവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാലോ. അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? 2 ഉത്സവം, ഒന്ന് നവരാത്രി ഉത്സവം, പൈങ്കുണി ഉത്സവം. പൈങ്കുണി ഉത്സവം, കാർത്തികയ്ക്ക് കൊടിയേറ്റം, കാർത്തിക ദിവസം. ഓക്കെ, കാർത്തികയ്ക്ക് കൊടിയേറി, ഉത്രം ആറാട്ട്. അത് ഈ പங்குനി ഉത്തരത്തിന്റെ ഉത്സവം എന്ന് വെച്ചാൽ പ്രാധാന്യം തേര്. നവരാത്രിക്ക് ഈ കുളത്തിന് ചുറ്റും തെപ്പത്തിൽ കൊണ്ടുപോകും. ഓക്കെ, കുളത്തിന് ചുറ്റും സ്വാമിയെ കൊണ്ടു നടക്കും അല്ലേ? ഒരു തേര് പോലെ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അത് ഏത് സമയത്താണ്? നവരാത്രിക്ക്. മറ്റേ പൈങ്കുണി ഉത്സവത്തിന് പിന്നെ രഥോത്സവം പോലെയാണ് തേര്. അതെവിടെയൊക്കെ പോകും? ഇങ്ങനെ 4 തെരുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വിശേഷങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ ഗോപുരം വളരെ പ്രധാനപ്പെട്ടാണ്, രാജഗോപുരമാണ്. ഈ എല്ലാ 12 ശിവക്ഷേത്രങ്ങളിലും ഇവിടുത്തെ ഗോപുരമാണ് ഏറ്റവും രാജഗോപുരമായിട്ട് നിൽക്കുന്നത് അല്ലേ? നല്ല ഹൈറ്റിലുള്ള നല്ല ഒരു പ്രത്യേക ഭംഗി. എന്തായാലും വളരെ പ്രാധാന്യപ്പെട്ട ക്ഷേത്രം, ശിവനും ദേവിയും കൂടെ ഇരിക്കും. അതെ, ഇത് ഇവിടെ ദേവിയുടെ ഫ്രണ്ടിലെ കൊടിമരം, അപ്പുറത്ത് ശിവ ഭഗവാൻ അതിന്റെ കൊടിമരം, പിന്നെ നടുക്ക് ഗണപതി ഉണ്ട്. അപ്പോൾ ദേവിയുടെ ഒക്കത്തിരിക്കുന്ന പോലെയാണ് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കുന്ന ഗണപതി. ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഈ കല്യാണം കഴിയാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കല്യാണം നടക്കും അല്ലേ? പെട്ടെന്ന് കല്യാണം നടക്കുന്നു. തിരുകല്യാണം നടക്കാറുണ്ടോ? മണ്ഡപത്തിൽ വെച്ചാണ് തിരുകല്യാണം എന്ന് പറഞ്ഞാൽ ശിവപാർവതി കല്യാണമാണ് അല്ലേ? ആ, അതിങ്ങനെ ചടങ്ങ് പോലെ. ഓക്കെ, 2 സ്ഥലത്തുനിന്ന് വിഗ്രഹമൊക്കെ എടുത്ത് ഈ വെച്ചിട്ട് അല്ലേ താലി പൂജിച്ച് ഇവിടെ വന്ന് കിട്ടും. ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും കല്യാണം തൈ മാസത്തിലെ അത്തം നക്ഷത്രത്തിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ വിവാഹം നടക്കാതിരിക്കുന്നവർക്ക്, തടസ്സങ്ങൾ പലതും ഉള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം നടക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതെല്ലാം വിശ്വാസമാണ് നമ്മുടെ ഈ വിശ്വസിക്കുന്നവരുടെ അല്ലേ, ഒരു വിശ്വാസിയുടെ വിശ്വാസം. 12 ശിവക്ഷേത്രത്തിലും ശിവഭഗവാന് 12 പേരാണ് അല്ലേ? ഓരോ ക്ഷേത്രത്തിലും ഓരോ പേരാണ്. ഇവിടുത്തെ പേര് നീലകണ്ഠ ശ്രീ, അതായത് നീലകണ്ഠ സ്വാമി ക്ഷേത്രം എന്നാണ് പറയുന്നത്. നീലകണ്ഠ സ്വാമി എന്നാണ് പറയുന്നത്. പിന്നെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു, എന്തായിരുന്നു? കൊടിമരം എന്നാണ് ഇവിടെ നാട്ടിയത്. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇതെല്ലാം സംസ്കൃതത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ആരായിരുന്നു ഇത് അതിൻ്റെ കാർമി ആയിട്ട് വന്ന കാർമി കാണിച്ചിരിക്കുന്നത്? മലയാളി, സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. കുറച്ച് വളരെ പഴക്കം ചെന്ന കൊടിമരമാണ്. ദേവിയുടെ പേര് ശ്രീ ആനന്ദവല്ലിയമ്മൻ. ഓ, ശ്രീ ആനന്ദവല്ലിയമ്മനും നീലകണ്ഠ സ്വാമിയും ആണ് ഇവിടെ കുടികൊള്ളുന്നത് അല്ലേ? അപ്പോൾ കൽക്കുളം ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ദേ തലയെടുപ്പോടുകൂടി രാജഗോപുരം നിൽക്കുന്നുണ്ടോ? ഇത് ഇവിടുത്തെ ഈ 12 ശിവക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള ഗോപുരമാണ്. ഭയങ്കര പ്രൗഢിയാണ്, ഇത് കാണുമ്പോൾ തന്നെ നല്ല ലുക്കാണ്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞുതരാം. മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. അതായത് ഈ ടെമ്പിൾ കമ്മിറ്റിയിലെ ട്രഷറർ. ഓക്കെ, അപ്പോൾ ഖജാൻജിയാണ് അദ്ദേഹം, ശ്രീ രവീന്ദ്രൻ നായർ സാർ. അപ്പോൾ സാറ് പറയുന്നത് കേട്ടോളൂ. കാര്യം എന്ന് വെച്ചാൽ പത്മനാഭപുരം പാലസിനോട് ചേർന്ന് ഈ പ്രദേശത്താണ് ഈ ടെമ്പിൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് വേണാടിൻ്റെ തലസ്ഥാനമായിരുന്നു പത്മനാഭപുരം, ഈ വേണാട് അല്ലേ? അങ്ങനെയല്ലേ? അപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? 1754 കൊല്ലവർഷം 726 AD 1551 വേണാട് ഭരിച്ചിരുന്ന ഉദയമാർത്താണ്ഡവർമ്മ എന്ന മഹാരാജാവ് ഈ ക്ഷേത്രം പണിയിച്ചു. ഓക്കെ, അതായത് എത്ര, പിന്നെ 11ാം നൂറ്റാണ്ടിലോ? 13ാം നൂറ്റാണ്ടിൽ 13th സെഞ്ച്വറിയിലാണ് ഈ ക്ഷേത്രം പണിതത്. പക്ഷേ പത്മനാഭ സ്വാമി ടെമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അത് 15th സെഞ്ച്വറിയിലാണ്. അപ്പോൾ ഇവിടെയായിരുന്നു തലസ്ഥാനവും രാജാവിന്റെ താമസം എല്ലാം. ഇന്ന് പത്മനാഭസ്വാമി കോവിലിൽ കാണുന്ന ഓർണമെന്റ്സ് വച്ചിരുന്നത് ഇവിടെയാണ്, ഈ ക്ഷേത്രത്തിലാണ് വിശ്വാസം. ഇവിടെ നിന്നാണ് എല്ലാം. അതെല്ലാം നാഞ്ചിനാട് മുത്തൊക്കെ അതിൽ വരാൻ കാരണം ഇതാണ്. നാഞ്ചിനാട് എന്ന് പറയുന്നത് തമിഴ്നാട് എല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ് എല്ലാം. ഈ ഇവിടത്തെ കലവറയും ഇവിടത്തെ ട്രഷറി സ്ട്രോങ് റൂമും
പത്മനാഭസ്വാമിക്കുള്ള സ്ട്രോങ് റൂമിൻ്റെ ഡോറും ഒരേ മാതൃകയാണ്, ഒരേ പാറ്റേണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത്. അതുമാത്രമല്ല, ഇതിൻ്റെ കലവര ഒരു പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഡോറ് തുറന്നു തന്നെ ചുറ്റിലും ഇടനാഴിക്ക് ചുറ്റും വെള്ളമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും താഴ്ന്ന പ്രദേശം, അതിനകത്തൂടെ ചുറ്റി കയറി പിന്നെ മോളിൽ കയറി വേണം സ്ട്രോങ് റൂമിൽ. അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ്, അങ്ങനെ ആർക്കും പെട്ടെന്ന് കയറി എടുത്തിട്ട് പോകാൻ പറ്റില്ല ഇവിടുത്തെ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തെ നിലവറയിലുള്ള നിധിയെക്കുറിച്ച് ഒരുപാട് സംസാര വിഷയമാണല്ലോ. അത്രയും ഗോൾഡ്, ഡയമണ്ട്സ്, പ്രഷ്യസ് സ്റ്റോൺസ്, ഇതെല്ലാം അതിന് മുന്നേ സ്റ്റോർ ചെയ്തിരുന്നത്. അത് 15-ാം നൂറ്റാണ്ടിലാണ് ആ ക്ഷേത്രം പണിയുന്നത്. ഈ ക്ഷേത്രമെല്ലാം 13th സെഞ്ചുറി അല്ലേ, 13th സെഞ്ചുറി ഇവിടെ ആയിരുന്നു ഇതൊക്കെ സൂക്ഷിച്ചിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാര്യം ഇവിടെ ആയിരുന്നു ക്യാപിറ്റൽ. ആ സമയത്ത് പത്മനാഭപുരം പാലസിലായിരുന്നു മഹാരാജാവും എല്ലാം തങ്ങിയിരുന്നത്, ഇവിടെ നിന്നായിരുന്നു ഭരിച്ചിരുന്നത്. ദിസ് വാസ് ദ ക്യാപിറ്റൽ. അപ്പോൾ ഈ ക്യാപിറ്റലിൽ, ഈ കോട്ടയ്ക്കുള്ളിൽ, ആ കൊട്ടാര കോട്ടയ്ക്കുള്ളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ സ്ട്രോങ് റൂമും അവിടുത്തെ സ്ട്രോങ് റൂമും വാതിലും അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതെല്ലാം അവിടെ കൊണ്ടുപോയത്. അപ്പോൾ ഈ വിഭജനം നടന്നപ്പോൾ കുറേ ഭാഗം തമിഴ്നാടിന് വിട്ടുകൊടുത്തല്ലോ. ഈ ഭാഗം എല്ലാം കേരളത്തിൻ്റെ വേണാടിൻ്റെ പാർട്ടായിരുന്നു. അപ്പോൾ വിട്ടുകൊടുത്തപ്പോൾ ഏതാണ് എത്ര 400 എത്ര ക്ഷേത്രങ്ങളാണ്? 496 ക്ഷേത്രങ്ങളാണ് വിട്ടുകൊടുത്തത്. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി നാട്ടിലേക്ക്. അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ സ്റ്റോർ ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം, തമിഴ്നാട് സർക്കാർ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, അവർ ഏറ്റവും പ്രധാനപ്പെട്ട നടവരുമാനം കൂടുതലുള്ള ക്ഷേത്രങ്ങളെ മാത്രമേ ഗവനിക്കുന്നുള്ളൂ, മീൻസ് അത് അവർ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കന്യാകുമാരി ക്ഷേത്രം, ശുചീന്ദ്രം, പിന്നെ മണ്ടക്കാട്, പിന്നെ കുമാരകോവിൽ, ഇങ്ങനെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന ക്ഷേത്രങ്ങൾ. ബാക്കി ക്ഷേത്രങ്ങളുടെ എല്ലാം അവസ്ഥ വളരെ കഷ്ടമാണെന്നാണ്. ശരിയായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. വളരെ കുറച്ച് ഇങ്ങനെ ഫെസ്റ്റിവൽ സമയത്തൊക്കെ അല്ലേ ഈ ക്ഷേത്രത്തിലൊക്കെ ആൾക്കാർ വരുള്ളൂ. പക്ഷെ കാണേണ്ട ക്ഷേത്രങ്ങളാണ്. അത്രയും നല്ല ആസ്ഥാന ക്ഷേത്രം പോലെ നീലകണ്ഠസ്വാമി അവരുടെ കുടുംബ ക്ഷേത്രം പോലെയാണ് വരുന്നത്. ഇവിടുന്നാണ് എല്ലാ ഓർണമെന്റ്സും പത്മനാഭപുരത്തേക്ക്, പത്മനാഭസ്വാമി കോവിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും വളരെ കഷ്ടം. അപ്പോൾ ഇപ്പോൾ കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൂടെ അവരുടെ കയ്യിൽ നിന്നും കൂടെ പോക്കറ്റിൽ നിന്നും കൂടെ പൈസ ഇട്ടിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ അപ്കീപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. തമിഴ്നാട് സർക്കാർ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് അവരുടെ ഒരു റിക്വസ്റ്റ്. സത്യം പറഞ്ഞാൽ സ്റ്റാഫേ ഉള്ളൂ, ശരിക്കും പൂജാ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എത്ര വലിയ ക്ഷേത്രം, എന്തെല്ലാം ആണ്. ഒരു വലിയൊരു നിധി പോലെയാണ് സത്യം പറഞ്ഞ, ഹെറിറ്റേജ് ആണ്. അവിടെ തിരുമല നായ്ക്കറും പിന്നെ ഒരു ചേര രാജാവിന്റെയും സ്റ്റാച്ചു ആണ് നമ്മൾ കണ്ടത് അകത്തുള്ളത്. ഓക്കെ. അപ്പൊ ഈ ചേര രാജാവിന് ഏതോ ഒരു കാരണവശാൽ മധുര മീനാക്ഷിയെ തൊഴാൻ സാധിക്കാതെ പോയി. അസുഖം കൊണ്ടാണോ അല്ല ജോലി നിമിത്തമാണോ? അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, ഇനി എന്നാണ് ഞാൻ വന്ന് തൊഴുന്നത്. അപ്പൊ സ്വപ്ന ദർശനം ഉണ്ടായി. ആ സ്വപ്ന ദർശനത്തിൽ എരണിയൽ കൊട്ടാരം ഉണ്ടായിരുന്നു. ആ എരണിയൽ കൊട്ടാരത്തിലെ അടുത്തുള്ള ആ കുളത്തില് അതിൽ ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുകയാണ്. ആ കുളത്തിൽ ഒരു നാരങ്ങയും പൂവും മിതക്കും, അവിടെ നോക്കുക എന്ന് പറഞ്ഞ് സ്വപ്ന ദർശനം കഴിഞ്ഞു. കിട്ടിയത് തന്നെ രാവിലെ അവിടെ കുളത്തിൽ ചെന്ന് നോക്കുമ്പോൾ നാരങ്ങ പോകും. അവിടെ നിന്ന് കിട്ടിയതാണ് ഈ ദേവി. അതാണ് മധുര മീനാക്ഷിയുടെ മീനാക്ഷിയുടെ ഒരേ ഒരു വ്യത്യാസം, മധുര മീനാക്ഷിയുടെ കയ്യിൽ കിളിയിരിക്കുന്നു, ഈ ദേവിയുടെ കയ്യിൽ താമരപ്പൂ. പൂവിനായിട്ട് വന്നു നിന്നതാണ് ദേവി. ആദ്യം കൽക്കുളം മഹാദേവർ ക്ഷേത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ചേര രാജാവ് മധുരയ്ക്ക് പോകാൻ ഒക്കാത്ത സാഹചര്യത്തിൽ കെട്ടിച്ചതാണ് ദേവിയുടെ അമ്മയുടെ ആനന്ദവല്ലി. അതാണ് കൊടിമരം രണ്ടും ഫ്രണ്ടിലും ബാക്കിലായിട്ട്. ഇവർ രണ്ടുപേരുടെയും ദോഷ പരിഹാരത്തിന് വേണം ഇടയ്ക്കൊരു ഗണപതി ഒക്കത്ത് പിള്ളയാർ എന്ന് പറയും, ഇടുപ്പിൽ വെക്കുന്ന ഗണപതി കുട്ടി. അങ്ങനെയാണ് ഇവിടുത്തെ സങ്കല്പം. രണ്ട് കൊടിമരം, ശുചീന്ദ്രത്തിനും പോലെ രാജഗോപുരവും അറ്റാച്ച്ഡ് തെപ്പക്കുളം. ശിശീന്ദ്രത്തെ പോലും വിലയാണ് ഇരിക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് ആയിട്ടാണ്. തെപ്പക്കുളമുള്ള ഒരേ ഒരു ക്ഷേത്രം, മനോഹരമായിട്ട് പണിതിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൽക്കുളം നയനാർ നീലകണ്ഠസ്വാമി ക്ഷേത്രം. ഇതാണ് കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രം. എന്തായാലും ഇതൊക്കെ സൂക്ഷിക്കാതെ ഇത്രയും തഴിഞ്ഞു കളയുന്നത് കഷ്ടമാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല. അതെ, വളരെ കഷ്ടം. എന്തായാലും പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ഷേത്രത്തിലേക്ക്. കൽക്കുളം ശിവക്ഷേത്രത്തിൽ നിന്നും മുന്നോട്ട് പോവുകയാണ്. ഇനി എട്ടാമത്തെ ശിവക്ഷേത്രം. 2 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ നിന്നും. അതാണ് മേലാങ്കോട്ട് ശിവക്ഷേത്രം, മേലാങ്കോട്. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്കവിടെ ബോർഡ് കാണാം. അന്നേരം നമുക്കവിടെ ഇറങ്ങാം. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലാൻഡ്സ്കേപ്പിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതെല്ലാം തന്നെ തമിഴ്നാട് കേരള ബോർഡർ ഏരിയാസാണ്. ഇത് ഭയങ്കര രസമാണ് കാണുന്നത്. മലനിരകളും കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ
നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന സ്ഥലമല്ലേ, അപ്പോൾ ആ ഒരു ഫ്ലോറ ആൻഡ് ഫോണ തന്നെയാണ്. അങ്ങനെ നമ്മൾ കൽക്കുളം ശിവക്ഷേത്രത്തിൽ നിന്നും അടുത്ത 8ാമത്തെ ക്ഷേത്രമായ മേലാങ്കോട് ശിവക്ഷേത്രത്തിൻ്റെ ആർച്ചിൻ്റെ ആ ഭാഗത്ത് എത്തി. ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്താം. അങ്ങനെ 8ാമത്തെ ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇതാണ് മേലാങ്കോട് ശിവക്ഷേത്രം. ഈ ഒരു ടെമ്പിൾ പ്രൊമൈസസിൻ്റെ ഉള്ളിൽ തന്നെ 2 വാതിൽ പോലെയാണ്, 2 ക്ഷേത്ര ഗോപുരം പോലെ ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഇത് ശിവൻ്റെ ഭാഗത്തെ ശിവക്ഷേത്രം. അപ്പുറത്തെ സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ദേവി, മേലാങ്കോട്ട് ദേവിയുടെ ക്ഷേത്രം. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് തൊഴുത് തിരിച്ച് ദേവിയെയും തൊഴുതിട്ടാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ശിവരാത്രി. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഫെൻസൊക്കെ ഉണ്ടാക്കുന്നു, വേണ്ട തയ്യാറെടുപ്പുകളാണ്. ഇത് ഷീറ്റ്സൊക്കെ ഇട്ടിട്ട് വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ക്യൂ സിസ്റ്റം പാലിക്കാൻ വേണ്ടി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുക്കങ്ങൾ. ഈ അമ്പലത്തിൻ്റെ ഇടത് സൈഡിലേക്ക് നോക്കിയേ, മനോഹരമായ വാഴത്തോപ്പാണ്, കണ്ടില്ലേ? ഷോ എന്ത് ഭംഗിയായിരിക്കുന്നു. അതിൻ്റെ ബാക്കിലേക്ക് നോക്കിയേ, മലനിരകൾ, വലിയ മൗണ്ടൻസാണ്. താഴ്വാരത്തിൽ തെങ്ങും കമുക്, പിന്നെ ഇഷ്ടംപോലെ വാഴ കൃഷി. അപ്പോൾ ഇത്രയും നല്ല ഫെർട്ടൈലായിട്ടുള്ളൊരു ലാൻഡിലാണ് ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ചുറ്റും പച്ചപ്പും ഗ്രീനറിയും ബ്യൂട്ടിഫുൾ. അയ്യോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. ഇതാണ് ടെമ്പിൾ പോണ്ട്. ഇത് ചെറിയൊരു കുളമാണെന്ന് പറയാം, പക്ഷേ അത് നാച്ചുറൽ സ്ട്രീമാണ്. സൈഡിലേക്ക് ഇങ്ങനെ ചെറിയ ചാല് വെട്ടിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു എന്താ പറയുക, അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രകൃതി രമണീയമായ സ്ഥലം നന്നായിട്ട് ആസ്വദിക്കാം. അപ്പോൾ ഈ ശിവാലയ ഓട്ടത്തിന് വരുമ്പോൾ കാണുന്ന ഈ 12 ശിവക്ഷേത്രങ്ങളുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ശിവഭഗവാൻ കുടികൊള്ളുന്നത് ചുറ്റോട് ചുറ്റുമുള്ള ഈ പ്രകൃതി രമണീയമായ ഈ എല്ലാ കാര്യങ്ങളുടെയും ഇടയിലാണ്. അത്രയും ഐശ്വര്യമുള്ള സ്ഥലത്താണ് ഈ 12 ശിവക്ഷേത്രങ്ങളും ഉള്ളത്. അതായത് നല്ല മലനിരകളും ഇഷ്ടംപോലെ കൃഷിസ്ഥലങ്ങളും നല്ല കാറ്റും വെളിച്ചവും, എന്താ പറയുക, നല്ല താമസയോഗ്യമായ സ്ഥലം. അപ്പോൾ അവിടെ വാഴുന്ന ഭഗവാനാണ് ഇവിടുത്തെ ഈ ശിവക്ഷേത്രങ്ങളിലെല്ലാം ഉള്ളത്. അപ്പോൾ ഓരോ ശിവക്ഷേത്രത്തിലും ഓരോ പേരാണ് ശിവഭഗവാന് കൊടുത്തിരിക്കുന്നത്. ഓരോ ശിവക്ഷേത്രത്തിലും ഓരോ പേരിലാണ്, അല്ലെങ്കിൽ ഓരോ ഭാവത്തിലാണ്, അല്ലെങ്കിൽ രൂപത്തിലാണ് ശിവഭഗവാൻ കുടികൊള്ളുന്നത്, അല്ലെങ്കിൽ അവിടെ ആ ഒരു പ്രതിഷ്ഠ അങ്ങനെയാണ്. ഈ ക്ഷേത്രത്തിൽ കാലകാല രൂപത്തിലാണ് ശിവഭഗവാന്റെ പ്രതിഷ്ഠ. അങ്ങനെ ഇവിടുത്തെ ഒരു വ്യത്യാസം. ഇതങ്ങനെ ഭയങ്കര വലിയ ഗോപുരം അങ്ങനെയൊന്നുമുള്ള ക്ഷേത്രമല്ല, കുറച്ച് ചെറിയൊരു രീതിയിലാണ് ഈ ക്ഷേത്രം. നല്ലൊരു മതിൽക്കെട്ട് പോലെ ചുറ്റോട് ചുറ്റും അതിൻ്റെ ചുറ്റുമതിലൊക്കെ ഉണ്ട്. അങ്ങനെ 8ാമത്തെ ശിവാലയ ഓട്ടത്തിലെ 8ാമത്തെ ശിവക്ഷേത്രമായ മേലാങ്കോട് ശിവഭഗവാന്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ശിവക്ഷേത്രം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം. ഓക്കെ, ഇനി ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം പ്രധാനപ്പെട്ട വിശേഷങ്ങൾ പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ചുറ്റോട് ചുറ്റും നടക്കുമ്പോൾ തന്നെ ആ കാഴ്ചകൾ കാണാം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. എന്തായാലും അകത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ഒരു വലിയൊരു എൻക്ലോഷർ തന്നെയുണ്ട്. നാഗഭഗവാന്മാർക്കും നാഗരാജാവിനും കുറേ ഏരിയ ഉണ്ട്. അങ്ങനെ നമ്മൾ 8ാമത്തെ ടെമ്പിളും കവർ ചെയ്ത് കഴിഞ്ഞു. ആ ശിവക്ഷേത്രത്തിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 9ാമത്തെ ശിവക്ഷേത്രം ശിവാലയോട്ടത്തിൽ. അപ്പോൾ ഓടാം. അപ്പോൾ അങ്ങനെയാണ്, ഓടി പോകണം എന്നാണ്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് എത്താം. ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ മേലാങ്കോട് ക്ഷേത്രത്തിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, ഒരു വലിയ പാലം പോലെ കാണുന്നുണ്ടല്ലോ, ഒരു ബ്രിഡ്ജ്. അതിൻ്റെ മേളിലൊരു കനാലാണ്. അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു പാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടത് സൈഡിൽ കാണുന്നതാണ് തിരുവിടൈക്കോട് എന്നുള്ള ശിവൻ്റെ കോവിൽ, ശിവക്കോവിൽ. അപ്പം അടുത്ത നമ്മുടെ ടെമ്പിൾ ഇതാണ് 9ാമത്തെ ടെമ്പിൾ.
അപ്പോൾ നമ്മൾ ഈ ആർച്ച് വഴി ഉള്ളിലേക്ക് കടന്നാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തും. അങ്ങനെ തിരുവിടേക്കോട് എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിലെത്തിയിരിക്കണം. 9ാമത്തെ ടെമ്പിളാണിത്. ഇതും നല്ല പിക്ചറസ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലാണ്, ഒരുപാട് കൃഷിസ്ഥലങ്ങളുടെ നടുക്കാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്. ഈവനിങ് ടൈമാണ്. ഞാനിപ്പോൾ ഇത് നമ്മൾ 9ാമത്തെ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ വൈകുന്നേരം സമയമായി കഴിഞ്ഞു. ഇനി അകത്തേക്ക് പോകാം. ഇവിടെയും എല്ലാം വലിയ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള ശിവാലയ ഓട്ടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. തിരുവിടേക്കോട് ക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പ് ഞാൻ കാണുന്നത്. ഒരുപാട് ഫെൻസിങ് ഇതേ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഒത്തിരി പണിക്കാർ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെയിൻ കവാടം, അവിടെ ആർച്ചിൻ്റെ ആ ഭാഗം, ഗോപുരം കാണാം. എന്നിട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോൾ വലിയ വാതിൽ, ഇതൊരു വാതിൽ, ഇതൊക്കെ തടിയാണ്. ഓക്കെ, സ്ട്രോങ്. തിരുവിടേക്കോട് ക്ഷേത്രം എന്ന് പറയുമ്പോൾ തിരുവിടേ എന്നുള്ളതിൽ ആ വിടേ എന്നുള്ളത് അർത്ഥം വരുന്നത് കാള എന്നാണ്. അപ്പോൾ ഈ പേരിൻ്റെ ഉത്ഭവത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാൻ പോണത്. ഓക്കെ, അപ്പോൾ വിട എന്നാൽ കാള എന്നർത്ഥം. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ നന്ദി വിഗ്രഹത്തിന് ജീവൻ വച്ചു എന്നും അതിനെ തുടർന്നാണ് തിരുവിടേക്കോട് എന്ന പേര് വരാൻ കാരണമെന്നൊക്കെ അങ്ങനൊരു വിശ്വാസമുണ്ട്, ഒരു ഐതിഹ്യം. പിന്നെ മറ്റൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ 18 സിദ്ധന്മാരിൽ ഒരാളായ എടേക്കാടർ സ്വർഗം പോകിയത് ഈ ക്ഷേത്രത്തിൽ നിന്നായിരുന്നുവെന്നാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് തിരുവിടേക്കോട് എന്ന പേര് വരാൻ കാരണമെന്നും മറ്റൊരു വിശ്വാസം അല്ലെങ്കിൽ ഐതിഹ്യം. അത് ഓരോ ശിവക്ഷേത്രത്തിലും ഓരോ പേരാണ് ശിവഭഗവാന്, ഓരോ രൂപത്തിലും ഓരോ സങ്കല്പമാണെന്ന് പറയുമല്ലോ. അപ്പോൾ ഇവിടുത്തെ ശിവഭഗവാന്റെ പേര് ചടയപ്പൻ അഥവാ ജടയപ്പൻ. ഇതാണ് പ്രധാന ശ്രീകോവിലേക്കുള്ള വാതിൽ, മെയിൻ വാതിൽ. പക്ഷേ ഉള്ളിലേക്ക് ക്യാമറ കൊണ്ടുവന്നത് ശരിയല്ല. ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ അമ്പലത്തിലെ ഉള്ളിലെ ശ്രീകോവിലിൽ പോയി പ്രാർത്ഥിച്ചു. എന്ത് രസമായിട്ടുള്ളൊരു ക്ഷേത്രമാണെന്നറിയാം. വളരെ പൗരാണികമായ, ഇത് നമുക്ക് ആ പൗരാണികത ഫീൽ ചെയ്യും. അത്രയും പഴക്കം ചെന്ന് ഒരു ക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ ഒന്നും സത്യം പറഞ്ഞാൽ തമിഴ്നാട് സർക്കാരൊന്നും അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ശിവരാത്രിയോ അങ്ങനെയുള്ള ഉത്സവ സമയത്തൊക്കെ മാത്രമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇവർക്ക് നടവരുമാനമൊക്കെ കിട്ടുന്നത്. അല്ലെങ്കിൽ അവർക്കൊന്നും വലിയ വരുമാനമില്ല, അധികം എംപ്ലോയീസ് ഇല്ല, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ ഈ ക്ഷേത്രവും കണ്ടു കഴിഞ്ഞു. 9ാമത്തെ ക്ഷേത്രത്തിലും വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ മേടിച്ചു. അപ്പോൾ ശിവാലയ ഓട്ടത്തിൻ്റെ അടുത്ത സ്ഥലം 10ാമത്തെ ക്ഷേത്രം. അപ്പോൾ ഇവിടുന്ന് ഓടാം. നല്ല കാറ്റൊക്കെ വന്നു തുടങ്ങി. ഉച്ചക്കലത്തെ ആ ഒരു ചൂട് സമയം ഒന്ന് മാറിയിട്ടുണ്ട്. ഉച്ച സമയം കുറച്ച് നേരം ചൂട്, ഭയങ്കര വെയിലായിരുന്നു. ആ സമയത്ത് ഞാൻ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. നമ്മളൊരു സൈഡിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് വെയിറ്റിംഗ് ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, 8ാമത്തെ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയപ്പോഴൊക്കെ നല്ല ചൂട് അനുഭവപ്പെട്ടു. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്. ഇപ്പോൾ ഈവനിങ് ടൈം ആയല്ലോ. തിരുവിടേക്കോട് ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്നു. ഇങ്ങനെയായിരിക്കും നാളെ എല്ലാവരും ക്യൂ ആയിട്ട് നടന്നു പോകുന്നത്. അതിനുള്ള ബാരിക്കേഡ്സാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ കൊടിമരം കുറച്ച് ഉള്ളിലാണ്, കുറച്ചുകൂടി കയറി ശ്രീകോവിലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കൊടിമരമുള്ളത്. അത് അങ്ങോട്ട് നോക്കി. നമ്മുടെ ശിവാലയ ഓട്ടം ഇങ്ങനെ
പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായി വേർത്തു, നന്നായി വെയിൽ കൊണ്ടു, പിന്നെന്താ പറയുക, പിന്നെ ഇങ്ങനെ കുറച്ച് ടയർഡായിട്ട് തോന്നുന്നില്ല കണ്ടിട്ട്. ആ രാവിലത്തെ ഫ്രഷ്നെസ് ഒക്കെ പോയി, എങ്കിലും മനസ്സിന് ഭയങ്കര സന്തോഷവും തൃപ്തിയുമാണ്. കാര്യം നല്ലൊരു കാര്യത്തിനല്ലേ പോയിരിക്കുന്നത്. ശിവാലയ ഓട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ ശിവഭഗവാന്റെ പല പല ക്ഷേത്രങ്ങൾ, 12 ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ളൊരു ഭാഗ്യം. അപ്പോൾ ഇനി 3 മാത്രമേ ബാക്കിയുള്ളൂ. 10, 11, 12. ഇനിയിപ്പോൾ നമ്മൾ തക്കല വഴിയുള്ള റൂട്ടിലാണ്. തക്കല കേരളപുരം വഴി ഏകദേശം ഒരു 8 കിലോമീറ്റർ, 5, 6, 7 ഓൾമോസ്റ്റ് 7 to 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തിരുവിതാംകൂട് ശിവക്ഷേത്രം എത്തും. അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ് 10ാമത്തെ ക്ഷേത്രം. പിന്നെ 2 മാത്രമേ ബാക്കിയുള്ളൂ. ആ 2 എന്ന് പറഞ്ഞാലും വളരെ വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സന്ധ്യ ആകും നമ്മൾ ആ ലാസ്റ്റ് ടെമ്പിളിലൊക്കെ എത്തുമ്പോൾ. ഇപ്പോൾ 5:15 കഴിഞ്ഞു. സൺസെറ്റ് ആയിട്ടില്ലെങ്കിലും കുറച്ചൊരു മങ്ങലുണ്ട് ടോട്ടലായിട്ട്. ഇത്ര നേരം ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ ആ മേഘങ്ങൾ വന്ന് കുറച്ചൊന്ന് മൂടിയിട്ടുണ്ട് സണ്ണിന്. 11ാമത്തെ ക്ഷേത്രം എന്ന് വെച്ചാൽ തിരുപ്പന്നിക്കോട് എന്നാണ് പറയുന്നത്. തിരുപ്പന്നിക്കോട് ക്ഷേത്രം 11th. അത് കഴിഞ്ഞാൽ പിന്നെ 12ാമത്തെ അവസാനത്തെ നമ്മൾ ശിവാലയ ഓട്ടം അവസാനിപ്പിക്കുന്ന ടെമ്പിൾ. ശിവാലയ ഓട്ടം അവസാനിപ്പിക്കുന്ന ടെമ്പിൾ എന്ന് പറഞ്ഞാൽ തിരുനട്ടാലം എന്നാണ് പറയുന്നത്. അത് വളരെ സ്പെഷ്യലാണ്. ആ ടെമ്പിളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ 2 മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുമുണ്ട്, ശിവഭഗവാന്റെ പ്രതിഷ്ഠയുമുണ്ട്. അങ്ങനെ നമ്മൾ തിരുവിതാംകൂട് ശിവക്ഷേത്രം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആർച്ച് കണ്ടു. ഇതിനകത്തോട്ട് ചെറിയ ലൈൻ പോലെ അകത്ത് പോയാൽ മതി. മറ്റൊരു മനോഹരമായ ക്ഷേത്രം 10ാമത്തെ ശിവക്ഷേത്രം, തിരുവിതാംകൂർ ശിവക്ഷേത്രം. അതേ കയറുമ്പോൾ തന്നെ നല്ലൊരു ക്ഷേത്രക്കുളം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ഷേത്രക്കുളം എല്ലാം കാണുമ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ തിരുവിതാംകൂട് ക്ഷേത്രത്തിൽ നിന്നും ശിവക്ഷേത്രത്തിൽ നിന്നും വീണ്ടും മുന്നോട്ട് പോകണം. അങ്ങനെ 10ാമത്തെ ശിവക്ഷേത്രവും കഴിഞ്ഞു. ഇനി 11ാമത്തെ ശിവക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്. അത് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ കൊടിയൂർ വഴി പള്ളിയാടി വന്നിട്ട് തിരുപ്പന്നിക്കോട്, അതാണ് ക്ഷേത്രത്തിൻ്റെ പേര്, തിരുപ്പന്നിക്കോട്. നമ്മൾ വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുവാണ്. കാര്യം സന്ധ്യ ആകാൻ പോണു. സൺസെറ്റ് ആയിട്ടില്ല, പക്ഷേ ഏത് നിമിഷമാകും. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ലൈറ്റ് കുറവായി വരും. അതാണ് നമ്മുടെ ഒരു തിരക്ക്. അപ്പോൾ ഇനി എത്താറായി. ഇനി തിരുപ്പന്നിക്കോട് എന്ന് പറയുന്ന ടെമ്പിൾ. അപ്പോൾ പള്ളിയാടി എത്തി. ഇനി അവിടെ നിന്ന് 2 ടേണി, അത് കഴിഞ്ഞിട്ട് തിരുപ്പന്നിക്കോട്.
അങ്ങനെ തിരുവല്ലിക്കോട് എന്ന് പറഞ്ഞ ശിവക്ഷേത്രത്തിലും എത്തി. 11ാമത്തെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദശാവതാരത്തിലെ വരാഹത്തിൻ്റെ കഥയുമായിട്ട്, അതായത് വരാഹ അവതാരം മഹാവിഷ്ണുവിൻ്റെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യമാണ് ഈ ക്ഷേത്രവുമായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വരാഹത്തിൻ്റെ ഒരു കൊമ്പ് മുറിഞ്ഞ് അല്ലെങ്കിൽ കൊമ്പ് ഇങ്ങനെ ചെത്തിയത് പോലെയുള്ളൊരു വരാഹത്തിൻ്റെ ഒരു പ്രതിഷ്ഠ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള 11th ടെമ്പിൾ. ഇപ്പോൾ സന്ധ്യയായി തുടങ്ങുന്നു. ശ്രീ തൃപ്പള്ളിയോട് ശ്രീ മഹാക്ഷേത്രം 11ാമത് ശിവാലയം പള്ളിയാടി, അതാണ് സ്ഥലം. ഉള്ളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവല്ലിക്കോട് ക്ഷേത്രത്തിൽ നിന്നും ഞാൻ ഫാസ്റ്റായിട്ട് പോവുകയാണ്. ദീപാരാധന തൊഴുത് കഴിഞ്ഞു. അപ്പോൾ സന്ധ്യയായി. ഇനി ലാസ്റ്റ് 12th ശിവ ടെമ്പിൾ, അവിടേക്കുള്ള യാത്രയാണ്. ഇതിനടുത്താണിത്. ഫാസ്റ്റായിട്ട് പോകാം. അങ്ങനെ നമ്മുടെ ശിവാലയ ഓട്ടത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ് അവസാനത്തെ ക്ഷേത്രം, 12ാമത്തെ. വളരെ തിരക്ക് പിടിച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ശരിക്കും ഒരു ഓട്ടമായത് ശിവാലയ ഓട്ടം. കാര്യം ലൈറ്റ് വളരെ മങ്ങി തുടങ്ങി. നമുക്കിത് ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഈ ലൈറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സാധാരണഗതിയിൽ ഇപ്പോൾ ശിവാലയ ഓട്ടത്തിന് വരികയാണെങ്കിൽ ലൈറ്റൊന്നും നമുക്കൊരു വിഷയമല്ലല്ലോ, ഷൂട്ടിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് പോയാൽ മതി. അപ്പോൾ ഇത് അത്രയും താമസിച്ചു എന്ന് പറയാൻ ഒക്കില്ല. രാത്രിയെല്ലാം ഇഷ്ടംപോലെ സമയമുണ്ട്. അത്രയും സമയം എടുത്ത് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് വരാം. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ 6:30 എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി അകത്ത് കയറി ഇച്ചിരെങ്കിലും എനിക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട് ആ ഭാഗമൊക്കെ. അപ്പോൾ തിരുനത്താലം എന്നാണ് നമ്മുടെ 12ാമത്തെ ക്ഷേത്രത്തിൻ്റെ പേര്. തിരുനത്താലം ശിവ ശ്രീ മഹാദേവർ തിരുക്കോയിൽ 12ാം ക്ഷേത്രം. ഇവിടെ എല്ലാം നാളത്തേക്കുള്ള പണി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ശിവാലയ ഓട്ടത്തിൻ്റെ ലാസ്റ്റ് ലാപ്പ് ഞാൻ ഓടിയെത്തിയിരിക്കുവാണ്. 12ാമത്തെ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുന്നു. പക്ഷേ ഇരുട്ടായി കഴിഞ്ഞു. 7 മണി സമയം കഴിഞ്ഞു. ഏകദേശം 7:30 ആവാറായി. ഇത് തിരുനത്താലം എന്ന് പറയുന്ന ശിവക്ഷേത്രം. അപ്പോൾ ഈ ശിവാലയ ഓട്ടത്തിൻ്റെ പൊരുൾ എന്താണ്, അതിൻ്റെ ഐതിഹ്യ കഥ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഭീമസേനൻ ഇട്ടിട്ട് പോയ എന്താ പറയുക, രുദ്രാക്ഷമണികളാണ് ഈ 12 സ്ഥലങ്ങളിലും ശിവലിംഗമായി മാറിയതെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ ഒരു ശിവാലയ ഓട്ടം അവസാനിക്കുന്ന ഒരു ടെമ്പിളാണ് ഈ ഒരു ക്ഷേത്രം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ 2, അതായത് തിരുനത്താലം, ഇവിടെ 2 പ്രതിഷ്ഠകളുണ്ട്, 2 ശ്രീകോവിലുണ്ട്. ഒന്നിൽ മഹാവിഷ്ണുവും ഒന്നിൽ ശിവഭഗവാനും മഹാദേവനും. അപ്പോൾ ഇവിടെ വന്ന് അതിൻ്റെ 2ൻ്റെ നടുക്കായിട്ടൊരു കുളവുമുണ്ട്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ. ഏകദേശം ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്രയും ടെമ്പിൾസ്, ഈ 12 ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്നു. അപ്പോൾ വെളിച്ചം കുറവായിരിക്കും, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ കയറിപ്പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി. ഇത് ശങ്കരനാരായണ ടെമ്പിൾ, അതായത് മഹാവിഷ്ണുവിൻ്റെ പ്രസാദം. അയ്യോ താങ്ക് യു. ഇത് ബൂന്തിയാണല്ലോ. ആണോ? ഇവിടെ കടയിലുണ്ടാക്കില്ല, അവര് വന്നിട്ട് ഇവിടെ പ്രസാദമായിട്ട് ആണല്ലേ തട്ട് നിറച്ച് കൊണ്ടുപോയി. എല്ലാ ദിവസവും കൊണ്ടുപോയിക്കോ? ഇല്ല, ചില ദിവസം ശിവരാത്രി ആയതുകൊണ്ട്. ഓക്കെ. അയ്യോ മതി, താങ്ക് യു. വിചാരിച്ചിരിക്കാതെ കുറച്ച് പ്രസാദം പോലെ ബൂന്തി കിട്ടി. ബൂന്തി ലഡുവിൻ്റെ ബൂന്തിയില്ല, അതാണ്. ഓക്കെ. അപ്പോൾ ശങ്കരനാരായണ ടെമ്പിളിൽ നിന്നും നേരെ കാണുന്നതാണ് ശിവഭഗവാന്റെ ക്ഷേത്രം. ഇത് നടുക്കൊരു വാതിൽ കണ്ടോ? ഇവിടെ നിന്നുള്ള വാതിലാണ്. അത് കഴിഞ്ഞാൽ കുളമാണ്. 2നും പാർട്ടിഷൻ പോലെയാണ്. അവിടെ കുളം.
അപ്പോൾ ശങ്കരനാരായണ ടെമ്പിൾ, അതായത് മഹാവിഷ്ണുവിൻ്റെ ടെമ്പിളിൽ നിന്നും ഇറങ്ങിയിട്ട് അങ്ങോട്ട് നോക്കുമ്പോഴേ നോക്കൂ എന്താ കാണുന്നത്, ഒരു വലിയ ചിറ പോലെ ക്ഷേത്രക്കുളം. കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ലൈറ്റ് കാണുന്ന ആ ഭാഗത്താണ് അതായത് നമ്മുടെ മഹാദേവരുടെ ക്ഷേത്രം, ശിവഭഗവാന്റെ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നതാണ് ഇവിടുത്തെ ഈ ഒരു ഫൈനൽ ടെമ്പിൾ, 12ാമത്തെ ശിവ ടെമ്പിൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ശിവനും മഹാവിഷ്ണുവും ഒന്നാണ്. അപ്പോൾ ഈ ഒരു ടെമ്പിളിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവസാനത്തെ 12ാമത്തെ ശിവക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ചേർന്ന് പ്രാർത്ഥിച്ചാലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നടന്ന് ആ ഭാഗത്തേക്ക് പോയിട്ട് ശിവഭഗവാനെ കണ്ട് ആ ക്ഷേത്രത്തിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അവിടെയും ചെന്ന് തൊഴുതിട്ടാണ് നമ്മുടെ ഈ ഒരു ശിവാലയ ഓട്ടം സമാപിപ്പിക്കേണ്ടത്. അപ്പോൾ ശരിക്കുമുള്ള ശിവാലയ ഓട്ടത്തിന് പോകുമ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് കരിക്കും പഴവും ഒക്കെ കൊടുക്കുന്നതാണ് പറയുന്നത് സമാപിപ്പിക്കുന്ന സമയത്ത് ഈ ഭക്തർക്ക്. അപ്പോൾ തിരുനട്ടാലം എന്ന് പറയുന്ന ഈ ടെമ്പിള് ഒറ്റ ക്ഷേത്രമല്ല, 2 ക്ഷേത്രം കൂടി ചേർന്ന് വരുന്നത്. അപ്പോൾ ഞാൻ നടന്ന് അങ്ങോട്ട് പോകാൻ പോവാണ്. ഇപ്പോൾ ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ 2 ക്ഷേത്രങ്ങളും പരസ്പരം അങ്ങനെ ഓപ്പോസിറ്റായിട്ടാണ്. അപ്പോൾ തിരുനട്ടാർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഈ 2 ടെമ്പിൾസും ചേർന്ന് വരുന്നതാണ്. അവിടുത്തെ ശങ്കരനാരായണ ടെമ്പിൾ, അതായത് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രവും ഇവിടുത്തെ മഹാദേവൻ, അതായത് ശിവഭഗവാന്റെ ക്ഷേത്രം. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും നടുക്ക് നിൽക്കുന്ന ആ ഒരു ക്ഷേത്രക്കുളമാണ്. ഇത് രണ്ടും പരസ്പരം പൂരിതമാണ്, അതായത് എല്ലാം ഒന്നാണ് എന്നുള്ള ആ ഒരു സങ്കല്പം, എല്ലാ ദൈവങ്ങളും ഈ 2 ദൈവവും ഒന്നാണ് എന്നുള്ള ആ ഒരു റിയലൈസേഷൻ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശിവാലയ ഓട്ടം അവസാനിപ്പിക്കുന്ന സ്ഥലം, 12th ടെമ്പിൾ. അപ്പോൾ ഇനി ഞാൻ അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് വരാം. അങ്ങനെ ഞാനും എൻ്റെ ശിവാലയ ഓട്ടം സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ ലാസ്റ്റ് 12ാമത്തെ ക്ഷേത്രത്തിൽ വന്നിട്ട് ഞാനിവിടെ നമ്മുടെ എന്താ പറയുക തിരുനട്ടാലം ക്ഷേത്രത്തിൽ ഓം ഹ്രീ നമഃ ശിവായ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഇവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം, ഈ പ്രാർത്ഥനയുടെയൊക്കെ ഒരു പുണ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് ശിവരാത്രിക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ശിവരാത്രി ദിവസം ഉറക്കമൊഴിച്ച് രാത്രിയും പകലുമായി ഓടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പ്രൊസീജിയർ. പക്ഷേ ആ ഒരു രീതി, പക്ഷേ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മുന്നേ ചെയ്താണ്. ഞാനിത് രാവിലെ മുതൽ രാത്രി വരെ ഓടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു പോകാൻ പറ്റാത്തവർക്കെല്ലാം ഇത് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. നിങ്ങൾക്ക് ക്ഷേത്രങ്ങളെല്ലാം കാണാനും ഒരു ശിവാലയ ഓട്ടം പങ്കെടുത്ത പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് ഒരു എന്താ പറയുക ഒരു ഡോക്യുമെൻ്റ് പോലെ നിങ്ങൾക്ക് സൂക്ഷിക്കാം. അടുത്ത വർഷം നിങ്ങൾക്ക് ശിവാലയ ഓട്ടത്തിന് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ ഉപയോഗിച്ചിട്ട് ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ, ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വളരെ വളരെ സന്തോഷം. രാത്രിയായെങ്കിലും ഇവിടെ കംപ്ലീറ്റ് ഹാലജൻ ലൈറ്റ്സൊക്കെ രണ്ടാമത് വന്നു. ഞാൻ വന്ന സമയത്ത് കുറച്ച് ഇരുട്ടായിരുന്നു, പക്ഷേ രണ്ടാമത് അവർ ലൈറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ വളരെ സന്തോഷം തോന്നി. കാര്യം ഇവിടെ നിന്നുകൊണ്ട് തിരുനട്ടാലം ക്ഷേത്രത്തിൻ്റെ ആ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടല്ലോ. കാര്യം അവിടെ കാണുന്ന ആ ലൈറ്റ് കാണുന്ന ഭാഗത്താണ് ശങ്കരനാരായണ ടെമ്പിൾ, നടുക്ക് കാണുന്ന കുളം, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ശിവഭഗവാന്റെ ക്ഷേത്രം. വളരെ എന്താ പറയുക കറക്റ്റ് ഒരു പൊസിഷനിങ് ആണ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഈ തിരുനട്ടാലമാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തുന്ന സ്ഥലം. ഓക്കെ, 12ാമത്തെ ശിവക്ഷേത്രം, ശിവാലയ ഓട്ടത്തിൻ്റെ ആംബിയൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അതും നല്ല ഒരുപാട് വിസ്തൃതിയുള്ള ഒരു ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് നടക്കാനുണ്ട്. ഇത് അത്രത്തോളം ഇല്ലാന്ന് തോന്നുന്നു, പക്ഷേ ഇവിടെയും ഉണ്ട് അവിടെയും ഉണ്ട്. നല്ല രസമുണ്ട്. അപ്പുറവും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ടെമ്പിളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് വന്നാലേ പൂർണ്ണമായിട്ടും തിരുനട്ടാലം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 12ാമത്തെ ശിവക്ഷേത്രത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ചേർത്താണ് പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണുവിനെയും വന്ന് പ്രാർത്ഥിക്കണം, ഇവിടെ ശിവഭഗവാനെ പ്രാർത്ഥിക്കണം, മഹാവിഷ്ണുവിനെ കണ്ടിട്ട് ഇങ്ങോട്ട് വരണം. ഇത് രണ്ടും കൂടി ചേർന്നാലേ തിരുനട്ടാലം എന്നുള്ള ശിവക്ഷേത്രത്തിൻ്റെ ആ സങ്കല്പം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ശിവൻ ആൻഡ് വിഷ്ണു അത് രണ്ടും ഒന്നാണ്. അതാണ് അതിൻ്റെ അവസാനത്തെ വാക്കായിട്ട് എനിക്ക് പറയാനുള്ളത്. വല്ലാത്തൊരു ചാരിതാർത്ഥ്യം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഈ ശിവാലയ ഓട്ടം
ഏതാണ്ട് പരിസമാപ്തിയിൽ എത്തി നിൽക്കുമ്പോൾ അവസാനത്തെ 12ാമത്തെ ക്ഷേത്ര പരിസരത്താണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ പിന്നിലായിട്ട് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം, ശങ്കരനാരായണ ടെമ്പിൾ, ഇവിടെ കുളം. നേരെ ഓപ്പോസിറ്റ് ഞാൻ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ശിവഭഗവാനെയാണ്, ആ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു വിഘ്നവും ഇല്ലാണ്ട് എനിക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇത് ഒരു ദിവസം കൊണ്ട് രാവിലെ 4:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 8 മണി സമയമാകുന്നു. തിരിച്ച് വീടെത്തുമ്പോൾ ഒരു 10 മണിക്ക് 10-10:30 ആകും. പക്ഷേ എന്തൊരു സാറ്റിസ്ഫാക്ഷനാണ്, നമുക്കൊരു പോസിറ്റീവ് എനർജി. ഭഗവാനെ എല്ലാ 12 ശിവക്ഷേത്രങ്ങളിലും സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും പറ്റി എന്നുള്ള കാര്യം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഈ ഒരു ശിവാലയ ഓട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കാം, പങ്കെടുക്കാൻ ആഗ്രഹം ഉള്ളവരായിരിക്കാം, ഈ പ്രാവശ്യം പറ്റാത്തവരായിരിക്കാം. എങ്കിലും നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഡയറക്ഷൻസ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ക്ഷേത്രങ്ങളുടെ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഡയറക്ഷൻസ് ഒക്കെ തന്നിരുന്നു തോന്നുന്നു, ഒരു ലൊക്കേഷനും അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് തന്നെ വിചാരിക്കട്ടെ. പിന്നെ പോകാൻ പറ്റാത്തവർ, ലോകത്തിൻ്റെ എല്ലാ കോണുകളിലിരിക്കുന്നവർ, ഏതെല്ലാം കോണുകളിലാണെങ്കിലും, ഇപ്പോൾ ഇന്ത്യയിൽക്കകത്തും പുറത്തും കേരളത്തിന് വെളിയിലും ഒക്കെ ഇരിക്കുന്ന ശിവഭക്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമുള്ള വിശ്വാസികൾ, എല്ലാവർക്കും ഒരു ശിവാലയ ഓട്ടത്തിന് നിങ്ങളും പങ്കെടുത്ത ഒരു ഫീലിംഗ് കിട്ടിക്കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുണ്യം ഉള്ള ഒരു ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുകയാണ്. ആ പുണ്യം എന്ത് പുണ്യമാണോ എനിക്ക് കിട്ടിയത്, അതൊരു വല്ലാത്തൊരു എന്താ പറയുക, ജന്മസായുജ്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനത് പകർന്നു നൽകാൻ ആഗ്രഹിക്കുകയും കൂടിയാണ്. ഞാനൊരു വിശ്വാസിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഏത് മതം എന്നൊന്നുമില്ല, എല്ലാ ദൈവങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ആ ഒരു ചൈതന്യം ഞാൻ ഇങ്ങനെ എന്താ പറയുക ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുകയാണ്, അത് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സെറൈൻ അറ്റ്മോസ്ഫിയർ ഇരുന്നുകൊണ്ട് ഞാനിതെല്ലാം ഇങ്ങനെ അയവർക്കാണ്. രാവിലെ തൊട്ട് ഓരോരോ ക്ഷേത്രങ്ങളിൽ പോയി, ഓരോരോ ക്ഷേത്രങ്ങളുടെ ഐതിഹ്യം, ഓരോ ക്ഷേത്രത്തിൽ ഈ 12 ക്ഷേത്രങ്ങളുടെയും ദൈവങ്ങളുടെ പേര്, അതായത് എല്ലാ ശിവഭഗവാനാണ്, പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് ആ ശിവഭഗവാൻ അറിയപ്പെടുന്നത്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതെല്ലാം ഞാൻ പറഞ്ഞു തന്നുമല്ലോ. അപ്പോൾ അത്തരം കാര്യം. പിന്നെ ഇന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു, ഫ്രൂട്ട്സൊക്കെ കഴിച്ചാൽ മതി എന്ന് വെച്ചു. പക്ഷേ യാദൃശ്യമായിട്ട് അന്നദാനം, ഇന്ന് അന്നദാനം നടക്കേണ്ട ഒരു ദിവസമല്ല, ഇന്ന് ശിവരാത്രി അല്ലായിരുന്നല്ലോ ഞാൻ പോയ ദിവസം. പക്ഷേ നിങ്ങളിത് കാണുന്നത് ശിവരാത്രി ദിവസമാണ്. അപ്പോൾ പക്ഷേ എങ്കിലും യാദൃശ്യമായിട്ടാണെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, നമ്മൾ 6ാമത്തെ ക്ഷേത്രത്തിൽ നമുക്ക് അന്നദാനം ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായി. അങ്ങനെ അപ്പോൾ ഭഗവാന്റെ അന്നദാനം എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനം തന്നെയാണ്, അതൊരു ഭാഗ്യം തന്നെയാണ്, മോക്ഷമാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ വളരെ വളരെ സന്തോഷം. അപ്പോൾ ഒരു ജന്മത്തിലെ പുണ്യമായിട്ട് തന്നെ ഞാനത് വിചാരിക്കട്ടെ. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ശിവാലയ ഓട്ടം എനിക്ക് പോകണം എന്നുള്ള കാര്യം, പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്, നമ്മുടെ വ്ളോഗിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ശിവാലയ ഓട്ടം പോകണം എന്ന്, പക്ഷേ അത് ഒരിക്കലും മെറ്റീരിയലൈസ്ഡ് ആയില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ വ്ളോഗിന് വേണ്ടിയിട്ട് എനിക്കത് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ലൈറ്റ് വെയിറ്റ് പോലെയാണ് നടക്കുന്നത്, ഒരു വല്ലാത്തൊരു മാനസികമായൊരു സന്തോഷത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ സ്നേഹം, എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയും ഉണ്ടാകും.